കർത്താവിന്റെ തിരുനാമത്തിന് മഹത്വം. നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു വന്ന ചിന്തയുടെ അടുത്ത ഭാഗത്തേക്കാണ് പോകുന്നത്. The higher consciousness and the lower consciousness. Ancient mysticism എന്ന ഒരു വചനപഠന പരമ്പരയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. കർത്താവിന്റെ ആത്മാവ് സത്യമായി നമ്മെ ആ പുരാതന പാതകളിൽ നടത്തിക്കൊണ്ടുവരികയാണ്. നമ്മുടെ യാത്ര വളരെ അനുഗ്രഹമായിരുന്നു എന്ന് നമുക്കറിയാം. അതേസമയം ഇറ്റ് വാസ് അഡ്വഞ്ചറസ് ആൻഡ് നമ്മൾ ആ യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനിലാണ് വന്നിരിക്കുന്നത്. അത് മനുഷ്യരാശിയെ സ്വാധീനിച്ച ഏറ്റവും ശക്തമായ ഒരു പ്രശ്നത്തെയാണ് നമ്മൾ അപഗ്രഹിച്ച് പഠിക്കുന്നത്. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, രണ്ട് തരത്തിലാണ് ക്രിസ്ത്യാനിറ്റി. ഒന്ന് ഫണ്ടമെന്റൽ ക്രിസ്ത്യാനിറ്റി, രണ്ട് മിസ്റ്റിക്കൽ ക്രിസ്ത്യാനിറ്റി. ഫണ്ടമെന്റൽ ക്രിസ്ത്യാനിറ്റി ആക്ച്വലി ബേസ് ആയിരിക്കുന്നത് സീയിങ് ഗോഡ് ഔട്ട്സൈഡ്. ദൈവത്തെ ഇങ്ങനെ പുറത്ത് കണ്ട് ആ ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകാനായിട്ട് ഒരുപാട് റിച്വൽസ് ചെയ്ത് ഗോയിങ് ടു ഹെവൻ, ദൈവത്തിലേക്ക് പോവുക, സ്വർഗത്തിലേക്ക് പോവുക, വചനം ഒബീഡിയൻസ് അനുസരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു റിച്വലിസ്റ്റിക് വേയിൽ അനുസരണം വേണ്ടതല്ല. ആ നിലയിലാണ് ഫണ്ടമെന്റൽ ക്രിസ്ത്യാനിറ്റി പോകുന്നത്. എന്നാൽ യേശു ക്രിസ്തു, അപ്പോസ്തോലന്മാർ, ആദിമ സഭാപിതാക്കന്മാർ, അപ്പോസ്തോലിക പിതാക്കന്മാർ, ഇവരൊക്കെ പോയ പാത ഒരു മിസ്റ്റിക്കൽ ജേണിയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു മിസ്റ്റിക് ആയിരുന്നു. മിസ്റ്റിക് എന്ന് പറയുമ്പോൾ ഞാൻ അർത്ഥം പറയാം, ഫണ്ടമെന്റലിസം എന്ന് പറഞ്ഞാൽ ദൈവത്തെ പുറത്ത് കാണുക, സ്വർഗത്തിലിരിക്കുന്ന ഒരു ദൈവത്തെ, ആ ദൈവത്തെങ്കിലേക്ക് പോകുവാനുള്ള മനുഷ്യന്റെ ശ്രമമാണ്. എന്നാൽ മിസ്റ്റിക്കൽ ക്രിസ്ത്യാനിറ്റി ഒരിക്കലും ദൈവത്തെ സ്വർഗത്തിൽ ഇരിക്കുന്നു, സ്വർഗത്തിലോട്ട് പോകുന്നു, അങ്ങനെ പോയി കാണാം എന്നതല്ല പഠിപ്പിക്കുന്നത്. മിസ്റ്റിക്കൽ ക്രിസ്ത്യാനിറ്റി പഠിപ്പിക്കുന്നത് ദൈവം നമ്മിലിരിക്കുന്നു, ദൈവത്തെ നമ്മിൽ അന്വേഷിക്കുക, നാം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവനെ കണ്ടെത്തുകയാണ്. പരിശുദ്ധ തിരുവെഴുത്തും അപ്പോസ്തോലിക എഴുത്തുകളും വളരെ വ്യക്തമായിട്ട് വിരൽ ചൂണ്ടുന്നത് ഈ വസ്തുതകളെയാണ്. നമ്മൾ പഠിക്കുന്ന ഏറ്റവും വലിയ പാഠം, God lives in me, I am in the Lord. ഇതൊരു റിയലായിട്ട് മാറുക. റിയൽ, ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു എന്നിലിരിക്കുന്നു, ലോകത്തിലുള്ളവനേക്കാൾ വലിയവനായി ഉള്ളവൻ എൻ്റെ ഉള്ളിലിരിക്കുന്നു, നിങ്ങളിൽ ഇരിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഇതെല്ലാം നമുക്കറിയാം. ബട്ട് that word is going to become real to us. റിയൽ, യാഥാർത്ഥ്യമായിട്ട് മാറുകയാണ്. അപ്പോൾ ആ ഒരു കോൺഷ്യസ്നെസ്സിലേക്ക്, ആ ഒരു റിയാലിറ്റിയിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് പഠിക്കുന്നത്. അതിനകത്ത് അതിപ്രധാനമായ സത്യം ഹയർ കോൺഷ്യസ്നെസ്, higher consciousness and lower consciousness. higher consciousness നെ നമ്മൾ വിളിക്കുന്ന പേര് ക്രൈസ്റ്റ് കോൺഷ്യസ്നെസ് എന്ന്. ലോവർ കോൺഷ്യസ്നെസ് നമ്മൾ വിളിക്കുന്ന പേര് ഈഗോയിക് കോൺഷ്യസ്നെസ്, ഈഗോയിക് അല്ലെങ്കിൽ ഈഗോസ്റ്റിക് കോൺഷ്യസ്നെസ്. the higher consciousness is Christ consciousness. ക്രിസ്തു എന്ന ആ ബോധം, ക്രിസ്തു എന്ന ബോധം. ഓക്കെ, ക്രിസ്തു എന്ന ബോധം നമ്മിൽ വന്നാൽ നമ്മൾ വാസ്തവത്തിൽ
നമ്മുടെ ട്രൂ സെൽഫിലേക്ക് വരികയാണ്, നാം ആരാണ് എന്ന ബോധ്യത്തിലേക്ക്. അതായത് ഈഗോ എന്താണെന്ന് നമ്മൾ പഠിച്ചു വന്നു. ഞാൻ ഇന്ന് അതിനൊരു ഫൈനൽ സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ നമുക്ക് ഈഗോയെ തോൽപ്പിക്കാം. ഈഗോ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചത് ദ ഫ്രൂട്ട് ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ, നന്മ തിന്മയുടെ അറിവിന്റെ വൃക്ഷഫലം. അതിനെ നമ്മൾ ഈഗോ മനുഷ്യജാതിയെ തോൽപ്പിച്ചതായ, കീഴടക്കിയതായ, ഇന്നും മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. It's not the lack of money, it's not poverty, it's not money, it's not money. The greatest problem of every human being is ego. The reason of suffering is ego. The breaking of relationship, ego. ഇന്ന് ലോകത്ത് കാണുന്ന മുഴുവൻ ഈവിൾ അത് ഈഗോയാണ്. അത് നന്മ തിന്മയുടെ അറിവിന്റെ വൃക്ഷഫലം മനുഷ്യജാതിക്ക് വരുത്തിയ അഫക്റ്റാണ്. ആമേൻ. ഏറ്റവും വലിയ സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തരിക. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ഈ വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്ന് ദൈവം നമ്മെ നയിച്ച് ജീവവൃക്ഷത്തിന്റെ അടുക്കിലേക്ക്, മറ്റൊരു വൃക്ഷ ചുവട്ടിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കാൻ പോകും. എപ്പോഴും ബൈബിൾ പഠിക്കുമ്പോ വൃക്ഷം, ട്രീ എന്ന് പറയുന്നത് നീതിമാന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. നീതിമാൻ പന പോലെ തഴയ്ക്കും, അവർ എനിക്ക് നടുതലയായിരിക്കും. വൃക്ഷം എപ്പോഴും പാരബിൾ ആയിട്ടിരിക്കുന്നത് മനുഷ്യരുടെ പേഴ്സണാണ്. വൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു, അത് മനുഷ്യരെ കുറിച്ചാണ്. നല്ല വൃക്ഷം നല്ല ഫലമേ കായ്ക്കത്തുള്ളൂ, അത് മനുഷ്യരെ കുറിച്ചാണ്. ബട്ട് ട്രീ റെപ്രസെന്റ്സ് എ പേഴ്സൺ. ആമേൻ. അങ്ങനെയാണെങ്കിൽ നന്മത്തിന്മയുടെ വൃക്ഷഫലം അതൊരു പേഴ്സണാലിറ്റിയാണ്, ഒരു പേഴ്സണാണ്. അതൊരു പേഴ്സണായിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഒരു പുതിയ മനുഷ്യൻ നിൽക്കുന്നത് ചിന്തിക്കരുത് പ്ലീസ്. അതുകൊണ്ടാണ് നന്മതിന്മയുടെ വൃക്ഷഫലം തിന്ന് മനുഷ്യൻ നഗ്നനായി ഒളിച്ചപ്പോൾ ദൈവം ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, ഹു ടോൾഡ് യു ദാറ്റ് യു ആർ നേക്കഡ്? ഹു ടോൾഡ് യു? ഇതൊരു ഭയങ്കര ചോദ്യമാണ്. ബൈബിളിലെ ആദ്യത്തെ പ്രധാന ചോദ്യമാണ്. നിന്നോട് നഗ്നനാണെന്ന് ആര് പറഞ്ഞു? ഹു ടോൾഡ് യു ദാറ്റ് യു ആർ നേക്കഡ്? ദാറ്റ് മീൻസ് ഈ ഏദനിൽ എന്ന് പറഞ്ഞാൽ ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. അപ്പൊ ഏദൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഡോണ്ട് ഗോ ആഫ്റ്റർ എ ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ. ഇതെപ്പോഴും ശ്രദ്ധിച്ചോണം. ജിയോഗ്രാഫിക്കൽ ഏതോ ഒരു ഇത്ര 10 സെന്റ് അല്ലെങ്കിൽ 15 ഏക്കർ 250 ഏക്കർ ഇങ്ങനല്ല. ആ നിലയിൽ ഏദനിലെ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. ഏദൻ തോട്ടം എന്ന് പറയുമ്പോൾ ഉടനെ ഒരു ലൊക്കേഷൻ, ഇപ്പം ആലപ്പുഴയോ കോട്ടയമോ ഇരിക്കുന്ന പോലെ അങ്ങനല്ല. ഏദൻ എന്ന് പറഞ്ഞാൽ the place of the bliss of God, the place of the presence of God. Amen. Presence of God. അപ്പൊ ദൈവം അതുകൊണ്ടല്ലേ പറഞ്ഞ ഏദന് കിഴക്കൊരു തോട്ടം ഉണ്ടാക്കിയത്. ഏദന് കിഴക്കുള്ള തോട്ടത്തിന്റെ പേര് ഏദൻ തോട്ടം എന്നാണ്. ഏദന് കിഴക്കുള്ള തോട്ടത്തിന്റെ പേര് ഏദൻ തോട്ടം. ഞാനിതൊന്നും മാറ്റുകയല്ല, നിങ്ങളാരും വിഷമിക്കണ്ട. It is a presence, the place where surrounded by the presence of God, the place where dominated by the presence of God. കർത്താവിന്റെ ദിവ്യമായ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു നിന്നിരുന്ന ഒരു സ്ഥലം നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഹെവനും എർത്തും തമ്മിൽ സംയോജിച്ച് നിൽക്കുന്ന സ്ഥലം. ഇൻവിസിബിൾ വേൾഡ് ആൻഡ് വിസിബിൾ വേൾഡ് ഒരുമിച്ച് നിൽക്കുന്ന സ്ഥലം. അവിടെ ഒറ്റ വോയിസ് മാത്രമേ ഉള്ളൂ. ഒറ്റ വോയിസ്. ദാറ്റ് ഈസ് ദ വോയിസ് ഓഫ് ഗോഡ്. ദാറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. ദാറ്റ് ഈസ് ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ്. എപ്പോഴും ശ്രദ്ധിച്ചോണം, when God opens his mouth, ഒരു വേർഡ് പുറത്തു വരുന്നെങ്കിൽ, listen, the word പുറത്തു വരുന്നെങ്കിൽ that will be Christ. അത് ക്രിസ്തു ആയിരിക്കും.
നിങ്ങൾക്കറിയാമോ, ഒരു മനോഹരമായ ട്രൂത്ത് ഉണ്ട്. ജോൺ ദ ബാപ്റ്റിസ്റ്റ് when he was in the വിൽഡർനെസ്സിലായിരുന്നപ്പോ പരീശന്മാരിലെ ആളുകൾ, പുരോഹിതന്മാർ ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, വരുവാനുള്ള നീയാണോ അതോ നീ ക്രിസ്തുവാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ യോഹന്നാൻ പറയുന്നൊരു മറുപടി ഉണ്ട്, ഞാൻ ക്രിസ്തു അല്ല, ഞാൻ വരുവാനുള്ളവന്റെ ശബ്ദം അത്രേ. ഐ ആം ദ വോയിസ്. ഓ, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഐ ആം ദ വോയിസ്. ഞാനാണ് വോയിസ്. ഞാൻ വോയിസ് ആണ്, ഞാൻ ശബ്ദമാണ്. എന്റെ പുറകിൽ വരുന്നവൻ വചനമാണ്. ഓ, ഞാൻ ആ വചനത്തെ ചുമക്കുന്ന ശബ്ദമാണ്. ശ്രദ്ധിക്കൂ, ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ജീസസ്, നിങ്ങളുടെ കാതുകളിൽ അതെത്തി. നിങ്ങൾ ആ ശബ്ദം നിങ്ങളുടെ കാതിലെത്തിയപ്പോ നിങ്ങളുടെ ബ്രെയിൻ ആ ശബ്ദത്തെ അനലൈസ് ചെയ്തപ്പോൾ അവർക്ക് ഒരു ഇംഗ്ലീഷ് വേർഡ് കിട്ടി. അതെന്താണ്? ജീസസ്. നിങ്ങളുടെ ബുദ്ധി കൊണ്ട് പറഞ്ഞു അത് ജീസസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ജീസസ് എന്ന വേർഡ് നിങ്ങളുടെ ചെവിയിൽ എത്തിയപ്പോൾ രണ്ട് കാര്യം വന്നു. ഒന്ന് വേർഡ് വന്നു, രണ്ട് വോയിസ് വന്നു. The voice brings the word. So എപ്പോഴും ശ്രദ്ധിക്കണം, ദൈവം വായ് തുറന്നാൽ പുറത്തു വരുന്നത് ക്രൈസ്റ്റ് ആണ്. അപ്പൊ പ്രസൻസ് ഓഫ് ഗോഡിൽ, ഓ മൈ ഗുഡ്നസ്, പ്രസൻസ് ഓഫ് ഗോഡിൽ മുഴങ്ങി നിൽക്കേണ്ടത്, പ്രസൻസ് ഓഫ് ഗോഡിൽ തിങ്ങി നിൽക്കേണ്ടത് പുത്രന്റെ ശബ്ദമാണ്, സൺ ഓഫ് ഗോഡിന്റെ ശബ്ദമാണ്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് ക്രിസ്തു സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ expect a direct word from God right now. കാരണം ആ പ്രസൻസ് ഓഫ് ഗോഡിൽ വചനം പുറപ്പെട്ടുകൊണ്ടേയിരിക്കും. ദൈവം വചനത്തെ പുറപ്പെടുവിക്കുന്നത് സാന്നിധ്യത്തിന്റെ നടുവിലാണ്. ഓ ജീസസ്. കർത്തൃ സാന്നിധ്യം വെളിപ്പെടുന്ന ഇടങ്ങളിൽ ശബ്ദങ്ങൾ പുറത്തു വരാൻ തുടങ്ങും. ഈ ശബ്ദങ്ങൾ ഇങ്ങനെയാണ് ക്രിയേഷൻ കൊണ്ടുവരും. എപ്പോഴും ശ്രദ്ധിച്ചോണം, ശബ്ദം വന്നാൽ അടുത്ത മിനിറ്റിൽ ദ ഹോളി ഗോസ്റ്റ് വിൽ ടേക്ക് ദാറ്റ് വേർഡ് and create it. Oh, word പുറത്തു വന്നാൽ പരിശുദ്ധാത്മാവ് വചനത്തെ സ്വീകരിക്കുകയും he will produce that word. Let there be light. വചനം പറഞ്ഞു, വചനം പറയ വെളിച്ചം ഉണ്ടാകട്ടെ. The Holy Ghost rabahashamakaya, പരിശുദ്ധാത്മാവ്, he took that word and create the light. So the way the presence of God, there the word of God. Okay, so Eden is the presence of God. Eden ദൈവത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. അവിടെ ഒറ്റ ശബ്ദമേ മുഴങ്ങാൻ പാടുള്ള ഒരു എക്കോയാണ്. എപ്പോഴും ശ്രദ്ധിച്ചോണം, the voice of God is the echo. എക്കോ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതല്ലേ നമ്മൾ പറഞ്ഞത്, യഹോവ ഒരു പ്രാവശ്യം അരുളി ചെയ്തു, ഞാൻ 2 പ്രാവശ്യം കേട്ടു. സങ്കീർത്തനത്തിൽ വായിച്ചിട്ടില്ല നിങ്ങൾ? ദൈവം ഒരിക്കൽ അരുളി ചെയ്തു, ഞാൻ 2 ടൈം കേട്ടു. That means God is speaking one, it is echoing. Echoing means അത് എക്കോ ആയിട്ട് പുറത്തു വരികയാണ്. That means ഞാൻ വിശ്വസിക്കുന്നു the word of God will come to your heart and reflect to others is the true word. ഒന്നുകൂടെ ശ്രദ്ധിക്കണം, വചനം നിങ്ങളിൽ വന്ന് സ്പർശിച്ചാൽ, ഇതൊരു റെവലേഷൻ പോലെ കുറിച്ച് വെച്ചു, നിങ്ങളിൽ സ്പർശിക്കുന്ന വചനം അടുത്ത ആളിൽ പ്രകമ്പനത്തെ കൊണ്ടുവരും. ഞാൻ അതെങ്ങനെ മനസ്സിലാക്കി തന്നെ. അതായത് ഒരു വേർഡ് എന്നെ സ്പർശിച്ചാൽ ആ വേർഡ് അടുത്ത ആളിൽ റിഫ്ലക്ട് ചെയ്യും. എന്റെ റിലേഷൻഷിപ്പിൽ റിഫ്ലക്ട് ചെയ്യും, എന്റെ ചർച്ചിൽ റിഫ്ലക്ട് ചെയ്യും. അതായത് ഒരു ചൈൽഡ് ഓഫ് ഗോഡ്, ഇഫ് യു റിസീവ് ദ വേർഡ്, ഹി ഡസന്റ് വാണ്ട് ടു സ്പീക്ക് ദ വേർഡ്, ദ വേർഡ് ഇറ്റ്സെൽഫ് വിൽ റിഫ്ലക്ട്. ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്ന മിസ്റ്റിക്സ് ഓൾവേസ് കീപ്പിംഗ് സൈലന്റ്. എപ്പോഴും ഒരു മിസ്റ്റിക്സ് ഒരിക്കലും they will never take too much time in the sound ഉള്ള സ്ഥലത്ത് നിൽക്കത്തില്ല. മിസ്റ്റിക്സ് ഓൾവേസ് seek the solitude place. നിങ്ങൾ ചെക്ക് ദ ബൈബിൾ, മാത്യു, മാർക്ക്, ലൂക്ക്, ജോൺ. ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് പറഞ്ഞു, അവൻ നിർജ്ജന പ്രദേശത്തേക്ക് വാങ്ങിപ്പോയി. Come on. അവൻ അതിരാവിലെ ഇരുട്ടോടെ നിർജ്ജന പ്രദേശത്തേക്ക് വാങ്ങിപ്പോയി. അവൻ ഒരു മലമേൽ തനിച്ചുപോയി. നിങ്ങൾ ശ്രദ്ധിക്കേ, ഇത് ഒരു റിലീജിയസ് വ്യക്തിയുടെ സ്വഭാവമല്ല. ഒരു റിലീജിയസ് വ്യക്തി പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോകും. യേശുവിന്റെ കാലത്ത്
യഹൂദന്മാർ, പരീശന്മാർ, ശാസ്ത്രിമാർ അവർ ആലയത്തിലും സിനഗോഗിലും പ്രാർത്ഥിക്കാൻ പോകും. പക്ഷെ യേശു മരുഭൂമിയിലും നിർജ്ജന പ്രദേശത്തും മലയുടെ മുകളിലും പ്രാർത്ഥിക്കാൻ പോകും. ആമേൻ. മതം ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് പ്രാർത്ഥന കണ്ടെത്തും. ഒരു മിസ്റ്റിക്ക് ഒരു സോളിറ്റ്യൂഡ് പ്ലേസിൽ പ്രാർത്ഥന കണ്ടെത്തും. കാരണം സോളിറ്റ്യൂഡ് പ്ലേസിൽ he can be silence. Listen, if you are more silent, I want to tell you a very important truth. When you open the Bible, when you are opening the Bible, you know what you are seeing first. First is a statement. Bereshit bara Elohim 8 Hama Shamaim Vav Aleph Tav Heretz. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. That's a എത്ര മില്യൺസ് ബില്യൺസ് വർഷങ്ങൾക്ക് മുമ്പാണ്, we do not know, but God created it. പക്ഷേ the first picture, listen, this is very important to the mystic people. The first expression of the Bible from God's face, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുള്ള ആദ്യത്തെ എക്സ്പ്രഷൻ, I love that word. ഒരു മിനിറ്റ്. Sorry. So the first expression of God, അല്ലെങ്കിൽ ആദ്യമായിട്ട് സൃഷ്ടിയിൽ ഉൽപ്പത്തിയിൽ ആദ്യം നമുക്ക് കാണുന്ന എന്താണ്? Check the Bible. എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. The beginning, how is that? God created the heavens and the earth was formless and void. അടുത്ത ശ്രദ്ധിക്കണം. The Spirit of God, ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. Spirit of God was hovering over the water. ആത്മാവുള്ളവർക്ക് എന്തെങ്കിലും മനസ്സിലായോ? പരിശുദ്ധ ആത്മാവ് പാഴും ശൂന്യവുമായ വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. How many days? Millions or billions of years. ആയിരക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങളായിരിക്കാം. We do not know exactly because in eternity we cannot take the time. ഈ ചില പറയാറുണ്ട് 6000 വർഷം. അതായത് ഇവിടെ ഞാനിത് ഒരു ഉദാഹരണം പറയാം. when ഈ വേൾഡിൽ ഒരു ടൈം നമ്മൾ വെക്കുമ്പോൾ വേൾഡിൽ 6000 വർഷമാണ് എങ്കിൽ when we go to the space അത് ഒരു പക്ഷേ 10 20 കോടി വർഷമായിരിക്കും. The time in the listen to me, time in the eternity, അതായത് ഇൻഫിനിറ്റിയിൽ സ്പേസിൽ അല്ലെങ്കിൽ അതർ വേൾഡിൽ ടൈം എന്ന് പറയുന്നത് ലോകത്തെ ടൈം പോലെ അല്ല. ആമേൻ. അപ്പൊ ഇവിടെ ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ അവിടെ വേറെ എത്രയോ ദൈർഘ്യമുള്ളതാണ്. ഇവിടെ ഒരു വർഷം എന്ന് പറയുമ്പോൾ അവിടെ ഒരു പക്ഷേ 1 കോടി വർഷമായിരിക്കും, അല്ലെങ്കിൽ 1000 വർഷം. എന്താ വചനം പറഞ്ഞത്? ദൈവത്തിന് ഒരു ദിവസം 1000 വർഷം പോലെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടുത്തെ 1000 വർഷവും ഒക്കെ അവിടെ വ്യത്യാസമാണ്. ഇതിനകത്ത് ഭയങ്കരമായ വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇനി ശ്രദ്ധിക്കാം. ഈ ഏദനില് ഈ ഭൂമിയിൽ എന്ത് പരിശുദ്ധാത്മാവ്, ഇതൊരു ഡയറക്റ്റ് വേർഡായിട്ട് സ്വീകരിച്ചോണം. പരിശുദ്ധാത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ silent ആയിട്ട്. Oh, I love that word. The first phenomena before the creation of this beautiful earth was silence of God. Come on, മനസ്സിലാവുന്നുണ്ടോ? Silence of God. ദൈവത്തിന്റെ നിശബ്ദതയാണ് സൃഷ്ടിയുടെ തുടക്കം. നമ്മൾ വിചാരിച്ചത് പഠിച്ചത് ദൈവം ശബ്ദിച്ചപ്പോൾ, ഈ പെന്തിക്കോസ്റ്റൽസ് ആളുകൾക്ക് എപ്പോഴും ഇച്ചിരി ശബ്ദത്തിന്റെ ആളുകളായതുകൊണ്ട് നമ്മൾ ഇച്ചിരി സൗണ്ടിന്റെ ആളുകളാണ്. നമുക്ക് ഞാൻ ഈ കഴിഞ്ഞ ദിവസം വിചാരിച്ചു, അത് പാസ്റ്റേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറയാം, നമ്മുടെ ഇപ്പൊ ഞാനും ഒരു മൈക്ക് കിട്ടിയാൽ ഉറക്കം പ്രസംഗിക്കുന്ന ആളാണ്.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കും, തൊണ്ടയൊക്കെ കീറി സംസാരിക്കും. ഇത് എവിടുന്ന് വന്നറിയോ? ഇത് വന്നത് പണ്ട് 100 കണക്കിന് ആളുകൾ വരിക യോഗത്തിന്. പ്രസംഗിക്കുന്ന പ്രാസംഗിന് മൈക്കില്ലായിരുന്നു. മൈക്കില്ലാതെ പുള്ളി അലറി പ്രസംഗിച്ചതാ. ഭയങ്കര ശബ്ദത്തിൽ പ്രസംഗിച്ചു. ഈ ഒരു സിസ്റ്റം മൈക്ക് കിട്ടിയിട്ട് നമുക്ക് മാറ്റിയിട്ടില്ല, അത്രേ ഉള്ളൂ. അതാണ് നമ്മൾ ഈ അലറി കൂവി പ്രസംഗിക്കുന്നത്. സത്യത്തിൽ അലറി കൂവി പ്രസംഗിക്കുന്ന പോലെ ശബ്ദം ഉണ്ടാക്കുക. അപ്പൊ നമ്മൾ ഈ ശബ്ദത്തിന്റെ ആളുകളാണ്. നിശബ്ദത എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു വർഷിപ്പ് നിശബ്ദമായ നമ്മൾ പറയും പവർ ഇല്ലെന്ന് പറയും. പക്ഷെ ഞാൻ ഒരു കാര്യം തുറന്നു പറയാം, നിങ്ങൾ എത്രത്തോളം സൈലന്റ് ആവുന്നോ അത്രത്തോളം നിങ്ങൾ പവർഫുൾ ആവും. ഇതൊരു സീക്രട്ട് ആണ്. നിങ്ങൾ എത്രത്തോളം സൈലന്റ് ആകുന്നോ അത്രത്തോളം നിങ്ങൾ പവർഫുൾ ആവും. എത്രത്തോളം നിങ്ങൾ സ്റ്റിൽ ആകുന്നുവോ അത്രത്തോളം നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കും. So the earth was formless and void. The Holy Ghost was moving in over the water. That is the first we are seeing the silence of God. The Bible says, "Be still and know that I am your God." നീ മൗനമായിരുന്ന് ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. Be still and know that I am God. Stillness is powerful. Brothers and sisters, when you are praying, when you are time with God, when you are taking time with God, when you are meditating God, keep silence. Silence is the best way to find out the inner beings, to develop your higher consciousness. Glory to God. Silence is the only way to become powerful. ഞാൻ ഉറക്കെ പറയാം, നീ എത്രത്തോളം സൈലന്റ് ആകുന്നോ അത്രത്തോളം നിന്റെ പ്രതിസന്ധികൾ നീങ്ങുന്നത് നീ കാണും. നീ എത്രത്തോളം സൈലന്റ് ആകുന്നോ അത്രത്തോളം നിന്റെ പാഴും ശൂന്യതയും മാറുന്നത് നീ കാണും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ പറയാം, ദൈവത്തിന്റെ തിരുസന്നിധിയിൽ, അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവസന്നിധിയിൽ ഒത്തിരി സംസാരിക്കാൻ പാടില്ല. രാജാവിന്റെ മുമ്പിൽ ഒത്തിരി സംസാരിക്കാൻ പാടില്ല. നീ വാക്കിൽ പിടിക്കപ്പെടാതിരിക്കേണ്ടതിന് നീ രാജാവിന്റെ മുമ്പിൽ അമിതമായി സംസാരിക്കുന്ന വചനമുണ്ട്. So God doesn't want your blabbering. God wants your silence. That will change your life. That is the method to develop into higher consciousness. Amen. അതുകൊണ്ടാണ് നമ്മൾ ഏൻഷ്യന്റ് മിസ്റ്റിക്കൽ പഠനങ്ങൾ നടത്തുമ്പോൾ ഡെസേർട്ട് ഫാദേഴ്സ്, I want to suggest you to go and read about the ancient mystical fathers. സഭാപിതാക്കന്മാരെ പഠിക്കും. നിങ്ങൾക്കറിയാമോ, 120 വർഷം വരെ ജീവിച്ചിരുന്ന സഭാപിതാക്കന്മാരുണ്ട്. സെന്റ് ആന്റണി എന്ന് പറയുന്ന ഒരു കർത്തദാസനുണ്ട്. അദ്ദേഹമാണ് ഈ ഡെസേർട്ട് ഫാദേഴ്സിന്റെ ഫൗണ്ടർ. അദ്ദേഹമാണ് അത് പിതാവ്, ഫാദർ ഓഫ് മിസ്റ്റിസിസം. സെന്റ് ആന്റണി ഉണ്ട്. സെന്റ് ആന്റണി വരുന്നതിന് മുമ്പ് ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. സെന്റ് ആന്റണി എന്ന് പറയുന്ന ഈ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ 20ാമത്തെ വയസ്സിലോ 15ാമത്തെ വയസ്സിലോ തന്റെ ഭവനം മൊത്തം ഉപേക്ഷിച്ച് തന്നെ മരുഭൂമിയിൽ പ്രാർത്ഥിക്കാനായി പോയി. മരുഭൂമിയിൽ ഒരു ഗുഹയിലാണ് പ്രാർത്ഥിക്കുന്നത്. ഗുഹയിൽ പ്രാർത്ഥിക്കുക. ഞാനൊരു അനുഭവം പറയാൻ പോവുക. ഗുഹയിലാണ് പ്രാർത്ഥിക്കുന്നത്. ഏകദേശം 105 വർഷങ്ങൾ ദൈവസന്നിധിയിൽ താൻ ആ മരുഭൂമിയിൽ പ്രാർത്ഥിച്ചു. 105 വർഷം. സഹോദരന്മാർ ശ്രദ്ധിക്കണം, 105 വർഷം പ്രാർത്ഥിച്ചു. ആ സെയിന്റ് ആന്റണി പ്രാർത്ഥിക്കുന്ന സമയത്ത് അദ്ദേഹം ഇച്ചിരി സ്പിരിച്വലി പ്രൗഡ് പേഴ്സൺ ആണ്. പരിശുദ്ധാത്മാവ് ഒരിക്കൽ പറഞ്ഞു, നീ മരുഭൂമിയിലൂടെ നടക്കാൻ പറഞ്ഞു. മരുഭൂമിയിലൂടെ നടന്നു. കുറേ ദൂരം താൻ ചെന്നപ്പോ ഒരു വയോധികനായ മനുഷ്യൻ, താടിയുമൊക്കെ മുടിയൊക്കെ നീടി വളർത്തി, മുടിയൊക്കെ നരച്ചൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ താൻ ദൂരെ കണ്ടു. താൻ ഓടിച്ചെന്നു. ഒരു ഗുഹാമുഖമാണ്. അതിന്റെ മുമ്പ് ഒരു പനയുണ്ട്. അതിൻ്റെ അവിടെ ഒരു ഉറവയുണ്ട്. ആ ഉറവയുടെ അരികിൽ ഒരു ഗുഹയിലാണ് ഈ ആൾ താമസിക്കുന്നത്. ഈ മനുഷ്യൻ ഇദ്ദേഹത്തെ കണ്ടു. ഈ വയോധികനായ മനുഷ്യൻ, പ്രായം തികഞ്ഞ ഈ മനുഷ്യൻ ഇദ്ദേഹത്തെ കണ്ട മാത്രമേ ഓടി തന്റെ മുറിക്കകത്ത് കയറി തനിക്കുള്ള ഒരു ഡോർ ക്ലോസ് ചെയ്തു. ഈ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, ഞാൻ പറഞ്ഞല്ലോ, ഈ സെയിന്റ് ആന്റണി എന്ന് പറയുന്ന ഈ മനുഷ്യൻ, ഈ കഥ ഇടയ്ക്ക് വന്നതുകൊണ്ടാണ്, നമ്മുടെ വിഷയവുമായിട്ട് ഇത് ബന്ധമില്ല, പക്ഷെ മിസ്റ്റിക്കൽ റിയാലിറ്റി ആൻഡ് പവർ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ
ഇതിനകത്തെ വീരന്മാരോട് സംസാരിക്കുക. അദ്ദേഹത്തെ ചെന്നു. സെന്റ് ആന്റണി എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഈ ഗുഹാമുഖത്ത് ചെന്നു. ഈ വാതിൽ മുട്ടി തുറന്നില്ല. കാരണം പരിശുദ്ധാത്മാവ് ഈ ഗുഹയുടെ അകത്ത് താമസിച്ച ആ പ്രായമുള്ള മനുഷ്യനോട് പറഞ്ഞു, ഇവൻ ഇച്ചിരി അഹന്തയുള്ള മനുഷ്യനാണ്, അഹങ്കാരിയാണ്, ഇവന്റെ അഹന്ത മാറുവാൻ നീ തുറക്കണ്ട. വാതിൽ മുട്ടി കരഞ്ഞ് നിലവിളിച്ചു. അവസാനം ഒടുവിൽ പരിശുദ്ധാത്മാവ് അവരെ തുറക്കാൻ പറഞ്ഞു. തുറന്നപ്പോൾ താൻ കാണുന്നത് മുടിയും താടിയും ഒക്കെ നീട്ടി വളർത്തി, നഖമൊക്കെ വളർന്നിരിക്കുക, ഒരു വലിയ ഒരു മനുഷ്യൻ ഇരിക്കുക. അദ്ദേഹത്തിന് വയസ്സ് 100 കഴിഞ്ഞു. പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. സെയിന്റ് ആന്റണി വിചാരിച്ചു താനാണ് ആദ്യത്തെ പ്രാർത്ഥനാവീരൻ. പക്ഷെ ഈ മനുഷ്യനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. 100 വർഷത്തിന് മുകളിലായി പ്രാർത്ഥന തുടങ്ങിയിട്ട്. ഇദ്ദേഹത്തെ ദൈവം പരിപോഷിപ്പിച്ചിരുന്നത് കാക്കകൾ അദ്ദേഹത്തിന് ബ്രെഡ് കൊണ്ട് കൊടുക്കും. കാക്കകൾ എല്ലാ ദിവസവും കാക്കകൾ ബ്രെഡ് കൊണ്ട് കൊടുക്കും. അദ്ദേഹത്തെ തീംസിലെ പൗലോസ് എന്നാണ് വിളിച്ചിരുന്നത്. ഞാനിത് പറയുന്നത് നമ്മൾ നിൽക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ ബേസ് നമ്മുടെ ഇമാജിൻ ചെയ്തതിനേക്കാൾ വലുതായിരുന്നു. ഞാൻ ചർച്ച് ഫാദേഴ്സിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ, ഡെസേർട്ട് ഫാദേഴ്സിനെ കുറിച്ച് പഠിച്ചപ്പോൾ അവരെല്ലാവരും മരിച്ച ശവങ്ങളെ കൂളായിട്ട് എഴുന്നേൽപ്പിച്ചവരാണ്. കുരുട്ട് കണ്ണുകളെ തുറന്നവരാണ്. മുടന്തന്മാരെ നടത്തിയവരാണ്. നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങളുടെ പ്രവാഹം ഈ ദൈവമനുഷ്യരിലൂടെ നടന്നിരുന്നു. കാരണം ഇവർ ദൈവത്തോടൊപ്പം മണിക്കൂറുകൾ, ദിവസങ്ങൾ, സമയം ചിലവിടുന്നവരായിരുന്നു. ഇത് പറയുന്നതിന്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം എൻ്റെ കഴിവിൽ എനിക്ക് ലഭിച്ച കുറച്ച് അറിവുകൾ കൈമാറുകയല്ല, പ്രാർത്ഥിക്കുന്ന കുറച്ച് ആളുകളെ, ദൈവത്തെ സ്നേഹിക്കുന്ന കുറച്ച് ആളുകളെ, ദൈവത്തിന് കാര്യം നേടുന്ന ആളുകളെയല്ല, ദൈവം എന്ന് പറഞ്ഞാൽ ജീവൻ കൊടുക്കുന്ന കുറച്ച് ആളുകളെ, ക്രിസ്തു എന്ന് പറഞ്ഞാൽ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, രക്തം ചിന്തുന്നെങ്കിൽ ചിന്തട്ടെന്ന് പറയുന്ന സ്നേഹമുള്ള കുറച്ച് ആളുകളെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അവരെ കൊണ്ട് മാത്രമേ അടുത്ത തലമുറ ചലിക്കത്തുള്ളൂ. അറിവും ജ്ഞാനവും തിയോളജിക്കൽ അനുഭവ സമ്പന്നരെ കൊണ്ടല്ല അടുത്ത തലമുറ പോകാൻ പോകുന്നത്. സ്തോത്രം. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പറയാം, തള്ളക്കോഴിയുടെ അടിയിൽ ഇട്ട് വിരിച്ചെടുത്ത കഴുകൻ കുഞ്ഞുങ്ങളാ നിങ്ങൾ. ഇതൊരു ഡയറക്റ്റ് വേർഡായിട്ട് പോയി. നിങ്ങളെ വിരിച്ചെടുത്തത് കോഴിയുടെ അടിയിൽ വെച്ച നിങ്ങൾ കോഴിക്കുഞ്ഞുങ്ങളെ പോലെ ഇങ്ങനെ ചെതഞ്ഞു നടക്കുക. കാരണം നിങ്ങളുടെ പരിചയം അതാണ്. നിങ്ങൾ വളർന്നപ്പോൾ മുതൽ കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടാ വളർന്നത്. പക്ഷെ തള്ളക്കോഴിയുടെ അടിയിൽ ഇട്ടുവെച്ച കഴുകൻ കുഞ്ഞാണ് നീ ആ കഴുകന്റെ മുട്ടയിൽ വിരിഞ്ഞവനാണ്. പ്രൈസ് ഗോഡ്. എന്നോട് പറയാൻ ദൈവാത്മാ പറയുക, ഒരു ദിവസം ഈ കാണുന്ന കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചാൻ വരുന്നവനെ ഒരൊറ്റ ചാട്ടത്തിന് കൊത്തി അവസാനിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ളവരാ നിങ്ങളും ഞാനും. ഞാൻ ഒന്നുകൂടെ പറയാം, ഈ താഴ്ന്ന നിലയിൽ ലോവർ കോൺഷ്യസ്നെസ്സിൽ ജീവിക്കുന്ന ഒരു തലമുറയെ എടുത്തോണ്ട് പറക്കാൻ പ്രാർത്ഥനാ വീരന്മാരെ ദൈവം സജ്ജമാക്കുന്നു എന്ന് ഈ സന്ധ്യയിൽ ഞാൻ ഓർമ്മിപ്പിക്കുക. അടുത്ത കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തീംസിലെ പൗലോസ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം ധരിച്ചിരുന്നത് അവിടുത്തെ പനയോല കൊണ്ടുണ്ടാക്കിയ ഒരു വസ്ത്രം. അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ നേരം സമാപിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നിന്നെ യാത്രയക്കാൻ ഒരു മനുഷ്യനെ ഞാൻ അയക്കുന്നുണ്ട്. അങ്ങനെ ദൈവാത്മാ പ്രേരിതനായിട്ടാണ് ആന്റണിയെ ഇവിടെ കൊണ്ടുവന്നത്. ശ്രദ്ധയോടെ കേൾക്കണം. അദ്ദേഹം മുറിക്കകത്ത് വന്നു. താൻ അദ്ദേഹത്തിന് മുമ്പിൽ വീണു, അഹന്തയെക്കുറിച്ച് അനുദപിച്ചു, പ്രാർത്ഥിച്ചു, ദൈവത്തോട് ക്ഷമിച്ചു. പൗലോസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ സേനാനിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഗോ, നിനക്ക് അത്തനേഷ്യസ് എന്ന് പറയുന്ന മനുഷ്യൻ നൽകിയ ഒരു വസ്ത്രമുണ്ട്, ഉടുപ്പ് എനിക്ക് കൊണ്ട് തരണമെന്ന് പറഞ്ഞു. സഭാപിതാവ് അത്തനേഷ്യസിന്റെ വസ്ത്രം എടുക്കാൻ താൻ തന്റെ മരുഭൂമിയിലെ ഗുഹയിലേക്ക് ഓടി. തിരികെ വരുമ്പോൾ താൻ കാണുന്ന കാഴ്ച വളരെ ശ്രദ്ധയോടെ കേൾക്കണം. താൻ കാണുന്ന കാഴ്ച, താൻ സംസാരിച്ച തീംസിലെ പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ ഇരുന്ന ഗുഹയുടെ അരികിൽ ആയിരക്കണക്കിന് വെള്ളവസ്ത്രധാരികൾ വന്നു നിൽക്കുന്നു. ഒരു രഥം ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്തു പോകും. ആ രഥത്തിന്റെ പുറകിൽ ആയിരക്കണക്കിന് ശുഭ്രവസ്ത്രധാരികൾ ഒരുമിച്ച് ആകാശങ്ങളിലേക്ക് ഇങ്ങനെ പോകുന്ന ഒരു ഘോഷയാത്ര, ഒരു പ്രൊസഷനാണ് സെയിന്റ് ആന്റണി വരുമ്പോൾ കാണുന്നത്. താൻ ഓടി വരുമ്പോൾ കണ്ട കാഴ്ച, ഈ മനുഷ്യൻ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഇങ്ങനെ നിൽക്കുന്നു. അനക്കമൊന്നുമില്ല. കുറച്ചു നേരം നോക്കിയപ്പോൾ അനങ്ങുന്നില്ലെന്ന് കണ്ട് അകത്ത മുറിയിൽ ചെന്ന് തട്ടി വിളിച്ചപ്പോൾ മനസ്സിലായി
പ്രാണൻ പോയതാ. അവന്റെ പ്രാണനെ കൊണ്ടുപോകാൻ ദൈവം തന്റെ ദൂതഗണത്തെ രഥങ്ങളോടുകൂടെ അയച്ച കാഴ്ചയാണ്. എത്ര പേർക്ക് സന്തോഷം തോന്നുന്നുണ്ട്? പ്രൈസ് ലോർഡ്. ഈ കാഴ്ചയാണ് കണ്ടത്. ഇദ്ദേഹം പോയി അകത്തെ മുറിയിൽ ചെന്നു. ഇദ്ദേഹം ധരിച്ചിരുന്നതായ ഓലക്കീറുകൾ കൊണ്ട്, പനയോല കൊണ്ടുള്ള ഉടുപ്പിനെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റി. ആ ദൈവദാസന്റെ ഉടുപ്പെടുത്ത് അണിയിച്ചു. ശവശരീരം അവിടെ കിടക്കുക, എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു, എനിക്ക് എവിടെയാണ് അടക്കം ചെയ്യേണ്ടത്? കുറെ നേരം താൻ അവിടെ ആ ശവശരീരവുമായിട്ട് നിൽക്കുന്നു. ഈ വിശുദ്ധന്റെ ശരീരവുമായി അവിടെ നിൽക്കുമ്പോൾ മരുഭൂമിയിൽ നിന്ന് 2 സിംഹങ്ങൾ, ഇത് ശ്രദ്ധിക്കണം, വെറും കഥയല്ല, 2 സിംഹങ്ങൾ ഈ ഗുഹാമുഖത്തേക്ക് നടന്നു വരുന്നത് കണ്ടു. ഗുഹാമുഖത്തേക്ക് നടന്നു വരുന്ന സിംഹങ്ങളെ കണ്ട് ഈ ദൈവദാസൻ ഓടി മുറിക്കകത്ത് ഒളിച്ചു. പക്ഷെ ഗുഹാമുഖത്തേക്ക് വന്ന സിംഹം ഈ വിശുദ്ധന്റെ ശവശരീരത്തിന്റെ അരികിലേക്ക് വന്ന് മുട്ടുമടക്കി ഇദ്ദേഹത്തെ നമസ്കരിച്ചു. 2 സിംഹങ്ങൾ വിശുദ്ധന്റെ തിരുമേനിയെ നമസ്കരിച്ച ശേഷം പുറത്തേക്കിറങ്ങി. ഇവർ 2 കൈകൾ കൊണ്ട്, ഈ 2 സിംഹങ്ങൾ അവരെ കൈ കൊണ്ടൊരു കുഴി വെട്ടി, 2 കൈ കൊണ്ട് മാന്തി ഒരു കുഴി ഉണ്ടാക്കി. 2 സിംഹങ്ങൾ 2 വശങ്ങളിൽ നിന്ന് മണ്ണു മാന്തി ഒരു കുഴി ഉണ്ടാക്കി. ഈ സെയിന്റ് ആന്റണി ഈ വിശുദ്ധന്റെ ശരീരം ആ മണ്ണ് മാന്തിയ കുഴിയിലേക്ക് വെച്ച് മണ്ണ് അടക്കം ചെയ്തു. സിംഹങ്ങൾ വീണ്ടും ആ ശവകുടീരത്തിന്റെ അരികിൽ നമസ്കരിച്ചിട്ട് മരുഭൂമിയിലേക്ക് തിരിച്ചുപോയി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് ക്രിസ്ത്യാനിത്വത്തിന്റെ അടിത്തറയാണ്. ഒരുപക്ഷെ നമ്മുടെ പുസ്തകങ്ങളിൽ നിന്ന് ആർക്കോ എഡിറ്റ് ചെയ്ത് മാറ്റിയതാണ്, ആർക്കോ വിശ്വസിക്കാൻ പറ്റാത്ത സത്യങ്ങളാണ്. പക്ഷേ ഈ തലമുറ വീണ്ടും അതിനെ എടുത്തോണ്ട് പ്രാർത്ഥനയുടെ ഉയരങ്ങളിലേക്ക് ഒരു ജനതയെ കൊണ്ടുപോകാൻ യേശുവിന്റെ ആത്മാവിന് ആഗ്രഹമുള്ളത് കൊണ്ട് ഈ കാലഘട്ടത്തിൽ വെളിപ്പെടുത്തുകയാണ്. ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് സംഭവ കഥകൾ നിങ്ങൾക്ക് ചരിത്രങ്ങളിൽ പഠിച്ചാൽ മനസ്സിലാകും. ഇവരെല്ലാവരും കർത്താവിനോടൊപ്പം സമയം ചെലവിട്ടവരാണ്, ഒറ്റയ്ക്കിരുന്നവരാണ്, ആരുമില്ലായിരുന്നു സഹായിപ്പാൻ. കർത്താവിന്റെ ദാസൻ അത്തനേഷ്യസ് പറഞ്ഞൊരു പദമുണ്ട്, ഇങ്ങനെയാണ്: ഈ വിശുദ്ധന്മാർ മരുഭൂമിയെ പട്ടണമാക്കി മാറ്റി. കാരണം ആയിരക്കണക്കിന് ദൈവമക്കൾ മരുഭൂമിയിൽ പ്രാർത്ഥിക്കാൻ വരുമായിരുന്നു, ദൈവത്തോട്. ഇതായിരുന്നു ആദ്യ നൂറ്റാണ്ടിന്റെ അനുഭവം. ശ്രദ്ധിക്കണം, പള്ളിയില്ല, പട്ടക്കാരില്ല, കർദിനാളില്ല, ബിഷപ്പില്ല, പാസ്റ്റർ ഇല്ല, നമ്മൾ ഈ കാണുന്നവരൊന്നുമില്ല. ഓരോ വിശുദ്ധന്മാരും ദൈവത്തിന്റെ മിസ്റ്റിക്കുകളായിരുന്നു. ഓരോ വിശുദ്ധന്മാരും വണ്ടർ വർക്കേഴ്സ് ആയിരുന്നു. ഓരോ വിശുദ്ധന്മാരും വീര്യപ്രവർത്തികൾ ചെയ്യുന്നവരായിരുന്നു. ക്രിസ്തുവിന്റെ സഭ ഫുൾ ബോഡി ഫങ്ഷൻ ചെയ്ത കാലമായിരുന്നു. കൊതിയുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇത് ഞാൻ പറഞ്ഞതിന്റെ കാരണം ഇത് വെറുതെ പറഞ്ഞതല്ല. ഇതാരെയോ ഇൻസ്പയർ ചെയ്യുകയാ, ആരുടെയോ പ്രാർത്ഥനാ മണിക്കൂറുകളെ കൂട്ടുകയാ, ആരെയോ മുറിക്കകത്തേക്ക് വിളിച്ച് കയറ്റുകയാണ്. കുടുംബത്തെയും മക്കളെയും ആഹാരവും ഒക്കെ വെടിഞ്ഞ് മണിക്കൂറുകൾ ചെലവിടുന്ന അനുഭവങ്ങളിലേക്ക് ചിലതിനെ വലിച്ചു കയറ്റാൻ ഇന്ന് സന്ധ്യയിൽ ദൈവം പറഞ്ഞതാണിത്. നിന്റെ പ്രാർത്ഥനയുടെ മണിക്കൂറുകൾ മാറാൻ പോവാ. നിന്റെ അകത്തിരിക്കുന്ന ഹയർ കോൺഷ്യസ്നസ് വെളിവരാം. മൂർച്ച കൂടുമ്പോൾ ആയാസം കുറയും. ശ്രദ്ധിക്കണം, മൂർച്ച കൂടുമ്പോൾ ആയാസം കുറയും. നിന്റെ നാവിന് മൂർച്ച കൂടിയാൽ, നിന്റെ വാക്കുകൾക്ക് മൂർച്ച കൂടിയാൽ, നിന്റെ ശബ്ദം കുറഞ്ഞാലും അത്ഭുതങ്ങൾ നടക്കും. ശബ്ദം കുറഞ്ഞാലും അത്ഭുതങ്ങൾ നടക്കും. വാക്കുകൾക്ക് അത്ഭുതങ്ങൾ കൊണ്ടുവരാൻ പറ്റും. സാധ്യമാകട്ടെ നമ്മുടെ സൈലൻസ്. The first scene in the Bible, we are seeing the Holy Spirit was hovering over the water. That is a silence. The Bible says the all creations happened because of the silence of God. Amen. Abraham's life, ഞാൻ കഴിഞ്ഞ ദിവസം പഠിച്ചു. Abraham's life, God was silent. I was thinking that was a judgment, but God said the silence will create everything. ഹാഗാറിന്റെ ജീവിതത്തിൽ, ഹാഗാർ എന്ന് പറയുന്ന കുഞ്ഞ് ജനിച്ചത് മുതൽ വിശുദ്ധ തിരുവെഴുത്ത് പഠിക്കുന്നു. പിന്നെ ദൈവം നാവ് തുറക്കുന്നത്, ദൈവം അബ്രഹാമിനോട് ഇടപെടുന്നത് 99ാമത്തെ വയസ്സിലാണ്. 86ാമത്തെ വയസ്സിൽ ശബ്ദം കേട്ട അബ്രഹാം, that moment onwards, the next 13 years God was silent, Abraham was silent. Can you believe? അബ്രഹാം സൈലന്റ് ആയിരുന്നു, ദൈവം സൈലന്റ് ആയിരുന്നു. 13 വർഷത്തെ സൈലൻസിൽ 14ാമത്തെ വർഷം സർവശക്തൻ വെളിപ്പെട്ടു. 14ാമത്തെ വർഷം കഴിയുമ്പോൾ the Bible says
the promised child came out. എന്ന് പറഞ്ഞാൽ ഈ 13 വർഷം ദൈവം പിണങ്ങിയിരുന്നതല്ല. 13 വർഷം ഈ സൈലന്റ് പീരീഡ് ദൈവം അവനെ റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. സ്തോത്രം. ആമേൻ. റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അവന്റെ നിർജീവമായതിനെ മാറ്റിക്കൊണ്ടിരുന്നു. അവന്റെ ശരീരത്തെ പുനർജീവിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ അറിയാതെ അവനിൽ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരുന്നു. ശബ്ദം കേൾക്കാനില്ല, വെളിപ്പാട് കാണാനില്ല, ദർശനങ്ങളില്ല, ഒന്നുമില്ല. പക്ഷേ വിളിച്ചിറക്കിയ ദൈവം അവനിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, നിന്നോട് ദൈവം സംസാരിക്കുന്നില്ല, ദൈവശബ്ദം കേൾക്കുന്നില്ല, പ്രവചനമൊന്നുമില്ല, ദൂതില്ലെന്ന് പറഞ്ഞ ആരും പേടിക്കണ്ട. നിന്നെ കളഞ്ഞിട്ടില്ല. നാട് മൊത്തം നിന്നെ കളഞ്ഞാലും 800 കോടി ജനം നിന്റെ ഓപ്പോസിറ്റ് നിന്നാലും നിന്റെ കൂടെ നിൽക്കാൻ ഒരുവനുണ്ട്. അത് നിന്റെ ദൈവമാണ്. ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്കെതിരാരാണ്? നിന്റെ കൂടെ ഉണ്ട്. അവൻ നിന്റെ മേൽ പണി നടത്തിക്കൊണ്ടിരിക്കുക. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഹന്ന പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഹന്നായുടെ ഗർഭത്തെ യഹോവ അടച്ചു എന്നൊരു വാക്യമുണ്ട്. വായിച്ചിട്ടില്ലേ? യഹോവ അടച്ചു. യഹോവ അവളുടെ ഗർഭത്തെ അടച്ചു. ഞാൻ അതിന്റെ ഒറിജിനൽ പരിഭാഷയിൽ നോക്കിയപ്പോൾ എന്റെ ഹൃദയത്തെ സ്പർശിച്ചൊരു വാക്യം. അവളുടെ ഗർഭത്തെ അടച്ചു എന്നതിന് എഴുതി വെച്ചിരിക്കുന്ന പദം ഹി ക്ലോസ്ഡ് ഇറ്റ് ഫോർ എ റിപ്പയർ. He closed it for a repair. നമ്മൾ ചില കടകള് കണ്ടിട്ടില്ലേ? താൽക്കാലികമായി നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിരന്തരമായി പൂട്ടിയതല്ല. നിങ്ങൾ നേരത്തെ കണ്ടത് അലങ്കോലമായ ഒരു ക്രമരഹിതമായ ഒരു കടയാണെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഇത് പൂട്ടിയിട്ടേക്കുക. പൂട്ടിയിട്ടപ്പോൾ പുറത്തുള്ളവൻ അടഞ്ഞ ഡോറാ കണ്ടത്. പക്ഷെ അകത്തുള്ളവൻ അറിയാം, അകത്ത് റീക്രിയേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹന്നായുടെ ഗർഭത്തെ ദൈവം അടച്ചു. എന്തിനെന്നറിയാമോ? ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകന്മാരിൽ ഒരുവനെ പുറത്തു കൊണ്ടുവരാൻ അവിടെ ഗർഭത്തെ ദൈവം പുനർക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാ. പ്രവചന ദൂതനെ കുറിച്ചെടുത്തു വെച്ചോ. അടഞ്ഞ വഴി അവസാനമല്ല. ദൈവം ചിലത് റിനോവേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. God closed it for a repair. Tonight this is a prophetic word to you. God closed many doors for a repair. The next time when you are going to open the door, people are going to see something amazing. ഓ ഹല്ലേലൂയ. അടുത്ത പ്രാവശ്യം നീ വാതിൽ തുറന്ന് പുറത്തു വരുമ്പോൾ നീ ആള് മാറിയവനെ പോലെ ഇരിക്കും. ലോകം മാറത്തില്ല, പക്ഷെ നീ മാറിയിരിക്കും. നിന്റെ രീതി മാറിയിരിക്കും, നിന്റെ ശബ്ദം മാറിയിരിക്കും, നിന്റെ ശുശ്രൂഷ മാറിയിരിക്കും, നിന്റെ വാക്കുകൾക്ക് മാറ്റമുണ്ടായിരിക്കും. കാരണം നീ അടഞ്ഞ മുറിയിൽ റിപ്പയറിംഗിലായിരുന്നു. The whole day I was hearing the voice of God. I was really hearing the voice of God. Was വാസ്തവത്തിൽ തട്ടി ഉണർത്തുക. I am not teaching consciousness. I cannot teach you consciousness, but I can awakening you for a higher consciousness. Higher consciousness നെ ബോധം വെച്ച് പഠിപ്പിക്കാൻ പറ്റില്ല. അതിനെ തട്ടി ഉണർത്തുക. ഒരു പക്ഷേ ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ പലരുടെ ഉള്ളില് ഹയർ കോൺഷ്യസ്നസ് ഉണർവിലേക്ക് വന്നു കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് കേൾക്കാൻ വേണ്ടി ഇവിടെ ഇരുന്നില്ലേ? ഈ ഇരുന്ന് തന്നില്ലേ? നിങ്ങൾ അവേക്കണിങ്ങിൽ വന്നതിന്റെ തെളിവായി. നിങ്ങളുടെ അകത്തൊരു ബോധ്യം വന്നതിന്റെ തെളിവായി. ഇരുന്നില്ലേ? വെറുതെ ഇത് കേൾക്കാൻ വേണ്ടി ഇരുന്നില്ലേ? ദൈവം നിന്നെ തട്ടി ഉണർത്താൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുക. ഇന്ന് നിനക്കൊരു യാത്രയുണ്ട്. അടുത്തൊരു മൈൽ പോകേണ്ടതിന് സർവശക്തൻ തട്ടി ഉണർത്തുക. പണ്ട് എലിയാവിനെ തട്ടി ഉണർത്തിയതുപോലെ ഇന്ന് തട്ടി ഉണർത്താൻ പോവുക. ദൈവം തട്ടി ഉണർത്തത്തേ ഉള്ളൂ. യാത്ര നീ ചെയ്തോണം. Tonight is the night of an awakening. God is awakening you. Oh Shima Katoriam Dhalarabaya Ryamdhura Basyaya. Thank you, Holy Ghost. Silence. God has closed the door, closed the ways. Hallelujah. അടച്ചു. ഞാൻ ഇതിനകത്തിരിക്കുന്ന കർത്തൃവേലക്കാരോട് ഞാൻ പറയാം, ഇതൊരു ദൈവശബ്ദം ഞാൻ പറയുന്നു, പക്ഷെ ഇത് റീകൺഫർമേഷൻ നിങ്ങൾക്ക് വരും. ഇത് വരും. ഇത് കുറിച്ച് വെച്ചോ. ഞാൻ പറഞ്ഞത് എടുക്കണ്ട, നിങ്ങൾ റീകൺഫേം ചെയ്യും. ദൈവം ചില നാളുകൾ, ചില മണിക്കൂറുകൾ ഡേറ്റ് വെച്ച് മറ്റെല്ലാ പ്രോഗ്രാമുകളെ മാറ്റിവെച്ച് കർത്തൃസന്നിധിയിൽ ഇരിക്കുന്ന ഒരു ഇൻവിറ്റേഷൻ ഇവിടെ ചിലരുടെ കയ്യിൽ കർത്താവ് തരാൻ പോവുകയാണെന്ന് ദൈവാത്മാവിനോട് സംസാരിച്ചു. നിങ്ങൾ ചിലതിനെ ദൈവം പേഴ്സണലി ചില ലോങ് ടൈം പറയാൻ പറ്റത്തില്ല, മണിക്കൂറുകൾ, ദിവസങ്ങൾ
കർത്തൃപാദത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്കത് ലഭിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതിന്റെ ഒരു കൺഫർമേഷൻ ആയിരിക്കും. സർവശക്തൻ അത് ചെയ്യാൻ പോവുകയാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. That is the days of awakening. God is doing that. ഒരു ഹയർ ഡയമെൻഷൻസിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകുക. ഇവിടെ ശ്രദ്ധിക്കുക. സോ ദ ചർച്ച് ഫാദേഴ്സ്, they were mystics. They were spending time with God. വിൽഡർനെസ്സിൽ ഇരിക്കുന്നു, ഒറ്റയ്ക്ക് ഇരിക്കുന്നു, മണിക്കൂറുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും ഒരു ദൈവദാസന്റെ അടുക്കലേക്ക് ഒരു ഗുഹയിൽ, ശ്രദ്ധയോടെ കേൾക്കണം, ഒരു ഗുഹയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ ദൈവമനുഷ്യൻ. ഇന്ന് എനിക്ക് എക്സാമ്പിൾ പറയാനായിട്ട് ഒരു പ്രലോഭനമാണെന്ന് അറിയത്തില്ല. എന്തോ ഒരു ഹോളി ഗോസ്റ്റ് എന്നോട് അങ്ങനെ പറയുക. കാരണം സാക്ഷ്യങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യും. സാക്ഷ്യങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യും. ഒരു സാക്ഷി വേറൊരു സാക്ഷിയെ ഉണ്ടാക്കിയെടുക്കും. എവറി ടെസ്റ്റിമണി ക്രിയേറ്റ്സ് അനദർ ടെസ്റ്റിമണി. ഐ ബിലീവ് ഇറ്റ്. ഒരു ദൈവദാസൻ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ഒരുത്തിന് എന്തോ ഒരു ക്രമക്കേട് കാണിച്ചപ്പോൾ അവര് പറയാറുള്ളത്, ഒരിക്കലും ഒരു ചെറിയ ശിഷ്യനെ ഒരു കാലത്തും വേദിയിൽ കൊണ്ടുവരരുത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ചെറിയ ശിഷ്യനെ, അവൻ എത്ര കൃപാവരം ഉണ്ടെങ്കിലും അവനെ ഡയറക്റ്റ് വേദിയിൽ കൊണ്ടുവരരുത്. അവൻ ക്രിസ്തീയ മച്യൂരിറ്റിയിൽ വരാതെ ഒറ്റയാളെയും നമ്മൾ വേദികളിൽ കൊണ്ടുവരരുത്. ഇത് ആ ചർച്ച് ഫാദേഴ്സിന്റെ പഠനം. ഇതൊന്നും നമ്മുടെ സഭയിലൊന്നുമില്ല. ഇന്ന് ഏതെങ്കിലും മുറിയ പ്രവചനം പറഞ്ഞാലും പിടിച്ചെടുത്ത് നമ്മൾ സ്റ്റേജിൽ കൊണ്ടുവരും. അതിന്റെ ഗതികേട് നമ്മൾ അനുഭവിക്കുകയും ചെയ്യും. ഇതൊക്കെ നമുക്ക് വേണ്ട. ഒരിക്കൽ പോലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മച്യൂരിറ്റിയിലേക്ക് വരുത്താത്ത, ഞാൻ പറഞ്ഞ ഹയർ കോൺഷ്യസ്നസിന്റെ ബോധ്യം വരാത്ത ഒരാളെയും അവരെ വളർത്തിക്കോണം. ഷുഡ് ഡോണ്ട് ബ്രിങ് ടു ദ സ്റ്റേജ്, അല്ലെങ്കിൽ മറ്റൊരു ദൈവം വെച്ചേക്കുന്ന പൊസിഷനിലേക്ക് കൊണ്ടുവരരുത്. ലെറ്റ് ഗോഡ് ബ്രിങ് ദം. ഓക്കെ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ശിഷ്യൻ ഭയങ്കര പ്രശ്നക്കാരാണ്. ഏതോ ഒരു പ്രശ്നം കാണിച്ചപ്പോൾ ഈ ദൈവമനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേര് എന്റെ ഓർമ്മയിൽ വരുന്നില്ല, ഞാൻ അടുത്ത ദിവസം പറയാം. അദ്ദേഹം ഈ മനുഷ്യനെ നോക്കിയിട്ട് ഗോ ആൻഡ് ഡൈ എന്ന് പറഞ്ഞു. ഗോ ആൻഡ് ഡൈ, പോയി മരിക്കണം. ഫിനിഷ്ഡ്. പറഞ്ഞു തീർന്നു. ഈ ചെറുക്കൻ ആരോഗ്യവാനായി ആള് താഴെ വീണ് മരിച്ചു. ഭയങ്കര വിഷമായി. കർത്താവേ, കാരണം ഏത് വായാണോ മരിച്ചവനെ എഴുന്നേൽപ്പിക്കുന്ന വായ്, അതേ വായാണ് മനുഷ്യനെ കൊല്ലുന്ന വായ്. ശ്രദ്ധിച്ചോണം. താഴെ വീണ് മരിച്ചു. ദൈവത്തോട് പ്രാർത്ഥിച്ചു. സർവശക്തൻ പറഞ്ഞു, നിന്റെ വാക്കുകൾക്ക് ശക്തിയുണ്ടെന്ന് നിനക്ക് അറിയത്തില്ലേ? വായ്, നീ വാക്കുകളെ തെറ്റായിട്ട് ഉപയോഗിച്ചു. അതായത് ദൈവസന്നിധി പറഞ്ഞു, സോറി, ഐ എം വെരി സോറി ലോർഡ്, ഐ വിൽ നെവർ യൂസ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് മരിച്ചു കിടക്കുന്ന കുഞ്ഞിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, വേക്ക് അപ്പ് എന്ന് പറഞ്ഞു. മരിച്ചവൻ അങ്ങ് എഴുന്നേറ്റു. സിമ്പിൾ. അദ്ദേഹം തന്റെ ചെന്ന് ഒരു കല്ലെടുത്ത്, ഒരു പാറക്കഷ്ണം എടുത്ത് തന്റെ വായിലോട്ടിട്ടു. പാറക്കഷ്ണം. തനിക്ക് അനാവശ്യമായി സംസാരിക്കാൻ തോന്നുമ്പോൾ പാറ കഷ്ണം വായിലുള്ളത് കൊണ്ട് സംസാരിക്കാൻ പറ്റത്തില്ല. 3 വർഷം ഒരു പാറ വായിലിട്ടുകൊണ്ട് നടന്നു ഈ മനുഷ്യൻ. കാരണം സൈലന്റ് ആകാൻ പറ്റും. നമ്മുടെയൊക്കെ ആളുകളുടെയൊക്കെ വായിൽ വലിയ കൊടുക്കട്ട കൊണ്ടുവെക്കേണ്ട സമയം കഴിയും. സത്യം, പാറ കഷ്ണമല്ല. നമ്മള് 40 ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹം 2 മിനിറ്റ് കൊണ്ട് നമ്മൾ പൊളിച്ചു കളയും. മനസ്സിലാകുന്നുണ്ടോ? 10 മണിക്കൂർ നിങ്ങൾ പ്രാർത്ഥിച്ച് വാങ്ങിക്കുന്ന ഒരു അനോയിന്റിങ് ചാർജ് ഒരു വേർഡിനകത്തില്ലാതായി പോകും. അപ്പൊ അദ്ദേഹം മനസ്സിലാക്കി, നാവ് സൂക്ഷിക്കുക. നാവിനെ താൻ സൂക്ഷിച്ചു. 3 വർഷം മൗനമായിരുന്നു. ഇദ്ദേഹത്തിന്റെ മുറിയിലേക്ക് ഒരു പെൺകുട്ടിയെ ദേശക്കാര് പരീക്ഷിക്കാനായിട്ട് വിട്ടു. അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈ സ്ത്രീ വന്നു. സ്ത്രീ വന്നത് എന്തോ പ്രാർത്ഥനാ വിഷയം പറയാനായിട്ടാണ്. ഒരു സുന്ദരിയായ യുവതി പ്രാർത്ഥിക്കാനായിട്ട് വന്നു എന്ന് പറഞ്ഞു. ശരി, പ്രാർത്ഥിക്കാൻ വന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പരിശുദ്ധാത്മ പറഞ്ഞു, ഇത് പ്രാർത്ഥിക്കാൻ വന്നതല്ല, ഇത് ചതിക്കാൻ വന്നതാണ്. ഇദ്ദേഹം മുറിയിൽ നിന്ന് ഇറങ്ങിയില്ല. ഇവള് പ്രകോപിപ്പിക്കാൻ തുടങ്ങി. ലസ്റ്റ് ഇദ്ദേഹത്തിന്റെ അകത്ത് എഴുന്നേറ്റ് വന്നു. കാരണം മരുഭൂമിയിലെ ആ മനുഷ്യൻ ഒറ്റയ്ക്കാണ്, ഒരു സ്ത്രീ രാത്രിയിൽ. ഇദ്ദേഹത്തിന് പ്രലോഭനമുണ്ടായി, ലൈംഗികമായ പ്രലോഭനമുണ്ടായി. ഇത് സഹിക്കാൻ എനിക്ക് പറ്റുന്നില്ല, ജയിച്ചേ പറ്റത്തുള്ളൂ. അദ്ദേഹം മനസ്സിലാക്കി, ദൈവമേ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സ്ത്രീ ഇവിടുന്ന് പോകുന്നുമില്ല. ഇവള് ഒരു പുരുഷൻ അങ്ങോട്ട് പോകുന്നതിനേക്കാളും സോ ടഫാണ് ഒരു സ്ത്രീ ഇങ്ങോട്ട് വരുന്നത്. ബിവെയർ ഓഫ് ഇറ്റ്. ആമേൻ.
സോ വളരെ വേദന എടുത്തു. അവസാനം അദ്ദേഹത്തിന് നിവൃത്തിയില്ലാതായി തന്റെ റാന്തൽ വിളക്കിന്റെ അരികിലേക്ക് വന്നു. തന്റെ ചെറുവിരൽ ആ തീയിലേക്ക് ഇങ്ങനെ കാണിച്ചു. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ വന്നത് ഇങ്ങനെയാണ്: തന്റെ അകത്തുള്ള ആ ജഡികമായ ചിന്തയുടെ ചൂട് കാരണം തന്റെ വിരല് കത്തുന്നത് അറിഞ്ഞില്ല. റാന്തൽ വിളക്കിൽ ഈ വിരൽ കത്തിപ്പോയി. രണ്ടാമത്തെ വിരലെത്തു. രണ്ടാമത്തെ വിരലും തീക്കകത്ത് വെച്ച് കത്തിച്ചു. ഈ സ്ത്രീ നോക്കുമ്പോ ഒരു ദൈവദാസന്റെ വിരല് തീയുടെ ഇരുന്ന് കത്തുകയാണ്. ഒരു വിരല് കത്തിത്തീർന്നു. രണ്ടാമത്തെ വിരൽ, മൂന്നാമത്തെ വിരൽ, നാലാമത്തെ വിരൽ കത്തുമ്പോഴേക്കും ഈ സ്ത്രീ ബോധരഹിതയായി താഴെ വീണ് ഈ മനുഷ്യന്റെ മുമ്പിൽ മരിച്ചുപോയി. പ്രഭാതത്തിൽ നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ 4 വിരലുകൾ കത്തിപ്പോയി. വിരലിൽ ഒറ്റ വിരൽ മാത്രമേ ഉള്ളൂ. ഏതോ മാരകമായ പാപം ഈ ദൈവമനുഷ്യൻ ചെയ്തു, ഇദ്ദേഹത്തെ കയ്യോടെ പിടികൂടണം എന്ന് വെച്ചോണ്ട് പ്രഭാതത്തിൽ ഈ സ്ത്രീ അയച്ച ആളുകൾ അവിടേക്ക് വന്നുകൂടുമ്പോൾ കാണുന്ന കാഴ്ച, ഇദ്ദേഹത്തിന്റെ ഗുഹാമുഖത്ത് ഈ സ്ത്രീ ചേതനയേറ്റ് മരവിച്ച് കിടക്കുന്നു, മരിച്ചു കിടക്കുക. ഇദ്ദേഹത്തിന് നേരെ ആക്രോശിച്ചു. എന്താണ് നിങ്ങൾ ഈ സ്ത്രീയെ ചെയ്തത് എന്ന് പറഞ്ഞ് ആക്രോശിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ ദൈവത്തിന്റെ ദാസനാണ്. ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്, ഐ എം എ സൺ ഓഫ് ദ ലിവിംഗ് ഗോഡ്. അദ്ദേഹത്തെ ആളുകൾ ഇങ്ങനെ അദ്ദേഹത്തിന് നേരെ പ്രകോപനം ഉണ്ടാക്കി പറഞ്ഞു, നോ 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 നോ, മിണ്ടിപ്പോരെന്ന് പറഞ്ഞു. അവസാനം മരവിച്ച് കിടക്കുന്ന ശവശരീരത്തിന്റെ അടുക്കിലേക്ക് ഈ ദൈവമനുഷ്യൻ ചെന്നിട്ട് കരത്തെ പിടിച്ചിട്ട് എഴുന്നേൽക്ക എന്ന് കൽപ്പിച്ചു. നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു വന്നു, എഴുന്നേറ്റിരുന്നു. നേരെ പോയി ദൈവമനുഷ്യന്റെ പാദത്തിലോട്ട് വീണ് അലമുറയിട്ട് കരഞ്ഞ്, പരീക്ഷിക്കാൻ വേണ്ടി വന്നതാ, ഞാൻ മരിച്ചുപോയി, ഞാൻ ശവമായി മരിച്ചു, ഞാൻ ജീവനറ്റ് പോയി, എനിക്ക് ജീവൻ തിരികെ കിട്ടി എന്ന് പറഞ്ഞ് അവൾ ക്രിസ്തു ശിഷ്യയായി മാറിയ ഒരു ചരിത്രം ഇതേ മിസ്റ്റിക്കൽ അനുഭവങ്ങളിലുണ്ട്. ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം, വിശുദ്ധി എന്നത് ഇതിനകത്തെ പ്രധാനമാണ്. എപ്പോഴും ശ്രദ്ധിച്ചോണം. ഇഫ് യു ആർ സ്റ്റാൻഡിങ് ഫോർ ഹോളിനെസ്, യു വിൽ ബി അക്യൂസ്ഡ് ആൻഡ് യു വിൽ ബി ടെംപ്റ്റഡ് ബൈ എവറി സോർട്സ് ഓഫ് ഈവിൾ ആൻഡ് ഡാർക്ക്നെസ്. നീ എന്തിനു വേണ്ടി നിൽക്കുന്നോ അതായിരിക്കും നിനക്കെതിരെ വരുന്ന പരീക്ഷണം. എന്തിനെ നിങ്ങൾ ചേർന്ന് നിൽക്കുന്നോ അതിന് നേരെ നിങ്ങൾക്ക് നേരെ പരീക്ഷണം വരും. മിസ്റ്റിക് പീപ്പിൾ, ഞാൻ എപ്പോഴും പറഞ്ഞു, ഇതിനകത്ത് ജനങ്ങൾ പരിശുദ്ധിയിലേക്ക് പോവുകയാണ്, ഓരോ ദിവസം ഹോളിനെസ്സിലേക്ക് പോവുകയാണ്. They're keeping their mind, they're keeping silence because ദൈവം അവരുടെ അകത്തു നിന്ന് വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ഞാൻ ഒരു കാര്യം കൂടെ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞ അടുത്ത ഭാഗത്തേക്ക് തിരിയാം. സർവവല്ലഭനായ ദൈവം, അത്ഭുതവാനായ ദൈവം നിങ്ങളിലൂടെ പുറത്തു വരും. അത് വിശ്വസിക്കുന്നോ? ഒരു മൺകുടം, പൗലോസ് പറഞ്ഞൊരു പദമുണ്ട്, ദൈവത്തിന്റെ ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്നു. അത്യന്ത ശക്തി മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്നു. മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്ന അത്യന്ത ശക്തി, നിങ്ങളുടെ മൺകൂടാരം ഒരു ദിവസം ഉടയും. അന്ന് നിങ്ങളിൽ ദൈവം നിക്ഷേപിച്ച ആ അത്യന്ത ശക്തി പുറത്തു വരും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ശരി, ഞാനത് മിസ്റ്റിക്കൽ അനുഭവത്തിലേക്ക് ഒന്ന് പോയതാണ്. അപ്പൊ ഇതുപോലുള്ള ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ, മിറാക്കിൾസ്, സയൻസ്, വണ്ടേഴ്സ്, ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത് ഞാൻ കൂടെ പറയാം. നമ്മൾ മിറാക്കിൾ മിനിസ്ട്രി ചെയ്യുന്നത് ഇസ് ഫോർ അവർ ഫെയിം, ഇസ് ഫോർ ദ മിനിസ്ട്രി, ഇസ് ഫോർ ദ എക്സ്പാൻഷൻ ഓഫ് മിനിസ്ട്രി. ഇങ്ങനെ ഒരുപാട് കാര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നില്ലേ. കർത്താവ് എനിക്കൊരു മിറാക്കിൾ മിനിസ്ട്രി തരണേ. നോ, നെവർ എവർ, ഡോണ്ട് പ്രേ ലൈക്ക് ദാറ്റ്. മിസ്റ്റിക്സ്, they are doing miracles as a ministry of love and compassion. കേൾക്കുന്നുണ്ടോ? അത് മിനിസ്ട്രി ചെയ്യാൻ വേണ്ടിയല്ല നിങ്ങൾക്ക് കൃപാവരങ്ങൾ, കർത്താവിന്റെ സ്നേഹം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങൾക്ക് കൃപാവരങ്ങൾ. നിങ്ങളുടെ മനസ്സ് മാറ്റിക്കോണം. ലോകപ്രസിദ്ധനാകണം, 5 വൻകരകളിൽ പോകണം, ഏറ്റവും വലിയ സഭ സ്ഥാപിക്കണം, ലോകം കണ്ട ഏറ്റവും വലിയ ശുശ്രൂഷനാകണം. ഇതിനു വേണ്ടിയല്ല നമുക്ക് ദൈവം വരങ്ങൾ തരാൻ പോകുന്നത്. എന്നെ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചോ. നിന്റെ ആഗ്രഹം, കർത്തപ്പ എന്റെ അകത്ത് വന്ന സ്നേഹം എനിക്ക് വെളിപ്പെടുത്തണം, എനിക്ക് രോഗിയുടെ മേൽ വെളിപ്പെടുത്തണം, തകർന്നവന്റെ മേൽ വെളിപ്പെടുത്തണം, തകർന്ന വീട്ടിൽ വെളിപ്പെടുത്തണം, എനിക്ക് ആ മനസ്സലിവ് വെളിപ്പെടുത്തണം എന്നാണ് നിങ്ങളുടെ മോഹമെങ്കിൽ മനസ്സലിവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ വരങ്ങൾ കയ്യിൽ തരും. വരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ വരം വരത്തില്ല. മനസ്സലിവാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ വരങ്ങൾ പുറകെ വരും. കമ്പാഷനാണ് ലക്ഷ്യമെങ്കിൽ അത്ഭുതങ്ങൾ പുറകെ വരും. തകർന്നവനെ കാണുമ്പോ കണ്ണ് നിറയുന്നുണ്ടോ? അവന്റെ കണ്ണീരൊപ്പാനുള്ള അഭിഷേകം നിന്റെ മേൽ പകരും. കേട്ടോണ്ടിരിക്കുന്നവർ ശ്രദ്ധിച്ചോ. ക്രിസ്തീയ ശുശ്രൂഷകൾ
എന്തോ സൂപ്പർ ഹ്യൂമൻ ബീങ്സിന്റെ കാര്യമായി മാറുമ്പോൾ compassion, because a mystic is always connected with God, connected with the love. So ആ ലവുമായിട്ട് അവൻ കണക്ട് ചെയ്യുമ്പോൾ he will be prompted to reveal the love of God. അവൻ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നോ ആ ആളിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്താൻ തോന്നും. ആമേൻ. ഒരു രോഗിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ സ്നേഹം വെളിപ്പെടുത്തിയാൽ പറ്റത്തില്ല, അവിടെ സ്നേഹം രോഗശാന്തിയായി വെളിപ്പെടണം. സ്തോത്രം. ഒരു കുഞ്ഞു മരിച്ചുപോയ ഒരു വീട്ടിൽ നാം ചെല്ലുമ്പോൾ അവിടെ സ്വാന്തനമല്ല വെളിപ്പെടേണ്ടത്, അവിടെ നമ്മുടെ കണ്ണ് നിറയുമ്പോൾ അവിടെ വെളിപ്പെടേണ്ടത് മരിച്ചവനെ ഉയർപ്പിക്കുന്ന ദൈവശക്തിയാ. സ്തോത്രം. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഇതിന്റെ മോട്ടിവേഷൻ ഫെയിം അല്ല, മണി അല്ല, അതിന്റെ മോട്ടിവേഷൻ കമ്പാഷൻ ആൻഡ് ലവ് ആണോ? മിസ്റ്റിക്സ് നോട്ട് ദിസ് പോയിന്റ്. God is going to anoint you with a miracle ministry and healing ministry. Jesus Christ was like that. യേശു അതായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ബൈബിൾ വെച്ച് യേശു മിനിസ്ട്രി ചെയ്യാൻ വേണ്ടി എങ്ങും പോയിട്ടില്ല. യേശു പോയിടത്തൊക്കെ ഹി കമ്പാഷനേറ്റ്. എനിക്കെപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും, മനസ്സലിഞ്ഞു അവരെ തൊട്ടു, മനസ്സലിഞ്ഞു അവരെ തൊട്ടു. ലാസറിന്റെ കല്ലറയുടെ വാതിലോട് പോകുന്ന എന്ന അലമുറയിട്ട് കരം, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ, പ്രപഞ്ച സൃഷ്ടിതാവ്, കാണുന്ന മുഴുവൻ ലോകത്തെ ഉണ്ടാക്കിയത്, ശവകുടീരത്തിന്റെ മുമ്പിൽ പോയി നിന്ന് cry is not the lack of power. കണ്ണുനീർ ശക്തിയില്ലാത്തതിന്റെ ലക്ഷണമല്ല, കണ്ണുനീർ ശക്തിയുള്ളതിന്റെ ലക്ഷണമാണ്. നീ പ്രസംഗിക്കുമ്പോ, നീ തിരുവെഴുത്തുകളെ പറയുമ്പോ, നീ തകർന്നവനെ കാണുമ്പോ നിന്റെ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ അത് നിന്റെ കഴിവുകേടിന്റെ ലക്ഷണമല്ല, അവനെ വിടുവിക്കാനുള്ള പവർ നിന്റെ അകത്തുള്ളതിന്റെ ലക്ഷണമാണ്. മിസ്റ്റിക്സ്, ലിസൺ ദിസ് പോയിന്റ്. ദൈവത്തോട് പറ, ഫിൽ മീ വിത്ത് ദ ലവ് ഓഫ് ഗോഡ്, ഫിൽ മീ വിത്ത് ദ കമ്പാഷൻ. നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്ക്. നിങ്ങൾ ഒരുപാട് വീടുകളെ പണിയാൻ പോവുക, ഒരുപാട് കിടക്കകളെ മാറ്റിവിരിക്കാൻ പോവുക, ഒരുപാട് മരണ വീടുകളെ ഉയർപ്പിന്റെ വീടുകളാക്കാൻ പോവുക. ഇതാണ് സത്യവചനം, ഇതാണ് യാഥാർത്ഥ്യം, ഇതാണ് ഒറിജിനൽ. ലോകപ്രസിദ്ധനാകാനും ടെലിവിഷനിൽ എന്റെ ഫോട്ടോ കാണിക്കാനും സാക്ഷ്യത്തിന്റെ പട്ടിക നിരത്താനും ഒന്നും അല്ല ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നത്. നീ മനസ്സലിവുള്ളവനാകുന്നത്, ദൈവം നിന്നെ മനസ്സലിവുള്ളവനാക്കുന്നത് അവന്റെ സ്വഭാവം വെളിപ്പെടുത്താൻ. എപ്പോഴും ശ്രദ്ധിച്ചോ, ഇതൊരു പ്രധാന പോയിന്റ് ആണ്. ഇത് നിങ്ങൾക്ക് ഒരു പക്ഷേ പലയിടത്തും ലഭിക്കാത്തൊരു പോയിന്റ് ആണ്. മിസ്റ്റിക്സിലൂടെ മാത്രമേ മിറാക്കിൾസ് നടന്നിട്ടുള്ളൂ. ഇന്ന് നമ്മൾ മോഡേൺ വേൾഡിൽ കാണുന്നതെല്ലാം ടെലിവിഷൻ ഷോയാണ്, അത് കച്ചവടമാണ്, സുവിശേഷത്തിന്റെ കച്ചവട വ്യാപാരങ്ങളാണ് കാണുന്നത്. നമുക്ക് വേണ്ട, കച്ചവടം വേണ്ട. ദൈവത്തോട് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യത്തില്ല ബിസിനസ്, അങ്ങയുടെ തിരുനാമം മഹത്വപ്പെടണം. ദൈവം സ്നേഹമാണ് എന്ന് പറയുന്ന ഒരു വീട്ടിൽ സ്നേഹം പ്രദർശിപ്പിക്കപ്പെടണം, സ്നേഹം ഉയർപ്പായി മാറണം, സ്നേഹം കുരുട്ട് കണ്ണുകളെ തുറക്കണം, സ്നേഹം ഉടന്തനെ നടത്തണം, സ്നേഹം ക്യാൻസറിന്റെ കെട്ടുകളെ ഉടയ്ക്കണം, സ്നേഹം കണ്ണുനീരിനെ ഇല്ലാതാക്കണം, സ്നേഹം ദാരിദ്ര്യത്തെ തുടച്ചു മാറ്റണം. The manifestation of love and manifestation of compassion. Receive it now. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെറുതെ പറയാൻ എനിക്ക് പ്രസംഗമില്ല, എനിക്ക് നിങ്ങളോട് പറയാൻ ഇനിയും പ്രസംഗമില്ല. ഞാൻ പറയുന്നത് ഓരോന്നും നിന്നോടുള്ള ഡയറക്റ്റ് സർവശക്തന്റെ വചനമാ. സ്വീകരിച്ചോ, നിന്നിൽ അത് വരാൻ പോവോ. നീ ചിലരെ കാണുമ്പോൾ അറിയാതെ കരയാൻ പോവുക. നീ ഭിക്ഷക്കാരെ കണ്ടിട്ട് ഇനി നീ ഭിക്ഷക്കാരനെ കാണുമ്പോൾ ചില്ലറയല്ല എടുക്കാൻ പോകുന്നത്. യു ആർ ഗോയിങ് ടു ബി കമ്പാഷനേറ്റ്. നീ കമ്പാഷനേറ്റ് ആകാൻ പോകും. തെരുവിൽ തുട്ടെടുക്കുന്നവരല്ല, നാണയ തുട്ടെടുക്കുന്നവരാകരുത് നമ്മൾ. തെരുവിൽ കരയുന്നവരാകണം. ഒരു നിമിഷം അവനെ കണ്ടൊന്ന് കരയാമെങ്കിൽ നിന്റെ അകത്ത് പവർ പുറപ്പെടും. ഒരു ഭ്രാന്തനെ കണ്ട് നീ കരയാ, നിനക്കൊരു മനസ്സലിവുണ്ടായാൽ അവന്റെ ചെങ്കലകളെ പൊട്ടിക്കാനുള്ള ദൈവാഭിഷേകം നിന്നിലൂടെ വെളിപ്പെടാൻ തുടങ്ങും. അയ്യോ, വിഷയങ്ങളിൽ നിന്ന് ഞാൻ മാറിപ്പോവല്ല കേട്ടോ. എന്നോട് അങ്ങനെ പറയാൻ പറയുക. സ്തോത്രം. The people, those who are living in higher consciousness, Christ consciousness. Christ consciousness means Christ in the consciousness. ക്രിസ്തുവിനെ പോലെ. You're going to live like Christ. So നമുക്ക് എല്ലാവർക്കും അറിയാം, യേശുവിനെ പോലെ ആകുവാൻ, യേശുവെ പോലെ ജീവിക്കാനുള്ള പാട്ട്. We know that song. We are trying to be like God. That is absolutely failure.
ലിസൺ, ഡോണ്ട് ട്രൈ ടു ലീവ് ലൈക്ക് ജീസസ്. യേശുവിനെ പോലെ ജീവിക്കാൻ ശ്രമിച്ചവരാരും തന്നെ ഇതുവരെ അക്കരെ എത്തിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ അവരിറങ്ങി തിരിച്ചു, ഇതുവരെ അടുത്ത ഷോറിൽ എത്തിയിട്ടില്ല. കാരണം ആർക്കും യേശുവിനെ പോലെ ആകാൻ പറ്റില്ല. യേശു എങ്ങനെ യേശുവായി? അതാ നമ്മുടെ പ്രശ്നം. വചനം പറയുന്നു, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ഈഗോ ഉപേക്ഷിച്ചു. എന്ന് പറഞ്ഞാൽ ഈഗോയിസ്റ്റിക് ഉള്ളതെല്ലാം ഉപേക്ഷിച്ചു. വേഷത്തിൽ മനുഷ്യനായി ദാസരൂപം എടുത്ത് ഭൂമിയിലേക്ക് അവൻ കടന്നു വന്നു. ദാസരൂപത്തിൽ വന്നു. ലോകത്തിൽ പിറന്നു വീണ ഏക ഈഗോ ലെസ് പേഴ്സൺ ആണ് ക്രിസ്തു. ആമേൻ. ലോകത്തിൽ പിറന്നു വീണ ഈഗോ ഇല്ലാത്ത ഏക വ്യക്തി എന്ന് പറഞ്ഞാൽ ലോവർ കോൺഷ്യസ്നെസ് ഇല്ലാത്ത ഏക വ്യക്തിയാണ് ക്രൈസ്റ്റ്. വൈ? ഹി ചൂസ് ദ പുവറസ്റ്റ് ഫാമിലി. ഹി ചൂസ് ദ പുവറസ്റ്റ് പ്ലേസ് ടു ബർത്ത്. അവൻ ഏറ്റവും ദരിദ്രമായ വീട്ടിൽ, ദരിദ്രമായ സ്ഥലത്ത്, അറിയപ്പെടാത്ത ഗ്രാമത്തിൽ, ആരുമില്ലാത്തൊരു വീട്ടിൽ 45 വയസ്സ് പ്രായമുള്ള ഒരു സഹോദരൻ 14 വയസ്സുകാരെ കല്യാണം കഴിച്ചിരിക്കുന്നു. ജോസഫിന് 45 വയസ്സുണ്ടായിരുന്നു, മറിയയ്ക്ക് 14 വയസ്സേ ഉള്ളൂ. 14, 45 പറഞ്ഞാൽ എത്ര വയസ്സ് വ്യത്യാസം? 30 ഇയേഴ്സ്, 30 വയസ്സ് വ്യത്യാസത്തിൽ ഒരു അപ്പച്ചനാണ് കിട്ടിയേക്കുന്നത്, ഒരു പ്രായമുള്ള ആള് കിട്ടിയേക്കുന്നു. ചൂസ് ചെയ്ത് കൊച്ചു വീട്. അമ്മയ്ക്കാണെങ്കിൽ വിശുദ്ധീകരണ നിയമം അനുസരിച്ച് ആലയത്തിനകത്ത് പോയി ഒരു ആടിനെ കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പുരപ്പുറത്ത് നിന്ന് ഏതോ ഒരു പ്രാവിനെ പിടിച്ചോണ്ട് പോകും. നിങ്ങൾ നോക്കിക്കേ, അത്യുന്നതനായ ദൈവത്തെ ജനിപ്പിച്ച അമ്മയ്ക്ക് വിശുദ്ധീകരണത്തിന് ഒരു പ്രാവിന്റെ കുഞ്ഞുമായിട്ടാണ് പോകുന്നത്. പണമില്ല, ദരിദ്രരാ, ഈഗോ ഇല്ലാത്തതുകൊണ്ട് ആ വീടാ ചൂസ് ചെയ്തത്. ഈഗോ ഉണ്ടായിരുന്നെങ്കിൽ അന്നത്തെ ഏറ്റവും വലിയ ധനാഢ്യന്റെ ഭവനത്തിൽ, സ്വർണ്ണ പാത്രത്തിൽ, സിൽവർ സ്പൂണിൽ കഴിക്കുന്ന വീട്ടിൽ ജനിക്കാമായിരുന്നു. പക്ഷെ തെരഞ്ഞെടുത്തില്ല, കാരണം ഈഗോ ഇല്ല. ആമേൻ. പിടികിട്ടുന്നുണ്ടോ? നമ്മുടെ ഈഗോയാണ് നമ്മുടെ കഷ്ടതയ്ക്ക് കാരണം. നമ്മുടെ കഷ്ടത മാറാൻ ഈഗോ അവസാനിച്ചാൽ മതി. യേശു ഈഗോ ഇല്ലായിരുന്നു. സോ അവൻ ആകെയുള്ളൊരു കോൺഷ്യസ്നെസ്. നമ്മൾ അതിലേക്കാണ് പോകുന്നത്. ക്രിസ്തുവിന്റെ കോൺഷ്യസ്നെസ്. ക്രിസ്തുവിന്റെ കോൺഷ്യസ്നെസ് എന്താണെന്ന് നോക്കി. ക്രിസ്തുവിന്റെ കോൺഷ്യസ്നെസ് അല്ല, യേശുവിന്റെ കോൺഷ്യസ്നെസ്. ജീസസ് ഈസ് ദ നെയിം ഓഫ് ദ മാൻ. മനുഷ്യനായി വെളിപ്പെട്ട മനുഷ്യന്റെ പേരാണ് യേശു. പിടികിട്ടുന്നുണ്ടോ? ജീസസ് ഈസ് ദ നെയിം ഓഫ് ദാറ്റ് മാൻ. ജീസസ് എന്ന പേര് യേശുവിന് നേരത്തെ ഇല്ല. ചില പറയും സ്വർഗത്തിൽ യേശു ഉണ്ടായിരുന്നു. സ്വർഗത്തിൽ യേശു ഇല്ലായിരുന്നു. സ്വർഗത്തിൽ വചനമായിരുന്നു. വചനം ജഡമെടുത്ത് ഭൂമിയിൽ ഒരു മനുഷ്യന് കൊടുത്തപ്പോ ആ മനുഷ്യനിട്ട പേരാണ് നസ്രയനായ യേശു. ഈ നസ്രയനായ യേശു എന്ന് പറഞ്ഞിട്ട് അർത്ഥം എന്നറിയാമോ? നമ്മളിവിടെ കിടന്ന് നമ്മൾ പറഞ്ഞു നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എന്നൊക്കെ നമ്മൾ പറയാം. അങ്ങനൊന്നും അല്ല. ഗലീലയിൽ യേശു ഉണ്ടായിരുന്നു, കഫർന്നഹൂമിൽ യേശു ഉണ്ടായിരുന്നു, തിബരിയാസിൽ യേശു ഉണ്ടായിരുന്നു, നയീനിൽ യേശു ഉണ്ടായിരുന്നു, ബെഥസ്ദയില്. അപ്പൊ അവിടെ എല്ലാം ഒരുപാട് യേശു ഉണ്ടായിരുന്നു. അപ്പോ യേശു എന്ന് പറയുന്ന ദൈവപുത്രനെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് നസറയനായ യേശു. അപ്പൊ നസ്രയനായ യേശു എന്നത് യേശുവിന്റെ മനുഷ്യന്റെ പേരാണ്, മനുഷ്യത്വത്തിന്റെ പേരാണ്. ഓക്കെ ഓക്കെ. ഈ മനുഷ്യനായവന്റെ പേര് ജീസസ് എന്നും ആ മനുഷ്യനായി വെളിപ്പെട്ട യേശു എന്ന പേരുള്ള ആളിന്റെ കോൺഷ്യസ്നെസ് ആണ് ക്രൈസ്റ്റ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. ജീസസ് ഈസ് ദ നെയിം ഓഫ് ദാറ്റ് മാൻ മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലെഷ്, ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലെഷ് മാൻ. ക്രൈസ്റ്റ് ഈസ് ദ കോൺഷ്യസ്നെസ് ഓഫ് ജീസസ്. ഈ യഹൂദന്റെ നിയമം അനുസരിച്ച് മക്കൾക്ക് അവരുടെ പേരിന്റെ അവസാനം അവരുടെ അപ്പന്റെ പേര് വേണം. ബർ ജോന ഷിമോൻ അപ്പം ജോൺ ലോറൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പന്റെ പേര് ഒടുവിലുണ്ട്. എല്ലാവരും യഹൂദന് നിർബന്ധമാണ്. അതുകൊണ്ട് അവൻ ബെൻ ചേർത്ത് ഇന്നാളിന്റെ പുത്രൻ, ഇന്നാളിന്റെ പുത്രൻ,
ബർത്തിമായി. പിച്ചക്കാരന് പോലും പേരിടുമ്പോ അപ്പന്റെ പേര് ചേർത്ത ബർത്തിമായി, തിമായിയുടെ മകൻ. അപ്പൊ യേശുക്രിസ്തുവിന് മാത്രം അങ്ങനെ ബെറില്ല. ഓ, യേശുവിന് പേരിട്ടപ്പോൾ യേശു ജീസസ് ബെൻ യാഹുവേ എന്നല്ല, പേരില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇവർക്ക് ഇവർ ചോദിച്ചു ഇവൻ ആരുടെ മോനാണ്. കാരണം എന്തിനാ ചോദിച്ചത് അറിയുമ്പോ പേരിന്റെ അവസാനം സർനെയിം ഇല്ലാത്തതുകൊണ്ട് ആരുടെ മോനാണെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് ഇവൻ ആരുടെ മോനോ, മറിയുടെ മോനാണോ, അവന്റെ മോനാണോ, ഇവന്റെ മോനാണെന്ന് ചോദിക്കുക. അതുകൊണ്ടാണ് പേരിന്റെ വാലിൽ നമ്മൾ ചോദിക്കുക യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ ജീസസിന്റെ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് യേശുവിന്റെ രണ്ടാമത്തെ പേരെന്നല്ല. നമ്മൾ ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജീസസിന്റെ പേരിന്റെ രണ്ടാമത്തെ പേരാണ് ക്രൈസ്റ്റ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഇടയിൽ നിന്ന് മാറണം. ജീസസിന്റെ കോൺഷ്യസ്നെസ് ആണ് ക്രൈസ്റ്റ്. ഓക്കെ, ജീസസ് എന്ന പേഴ്സന്റെ കോൺഷ്യസ്നെസ് ആണ് ക്രൈസ്റ്റ്. അതായത് ക്രൈസ്റ്റ് കോൺഷ്യസ്നെസ്സിലാണ് ജീസസ് ജീവിച്ചത്. ക്രൈസ്റ്റ് കോൺഷ്യസ്നെസ്സിലാണ് ജീസസ് ജീവിച്ചത്. ഓ മൈ ഗുഡ്നസ്, ക്രൈസ്റ്റ് കോൺഷ്യസ്നെസ്സിലാണ് യേശു ഓരോ സ്ഥലത്ത് നടന്നത്. അപ്പൊ ജീസസിന്റെ കോൺഷ്യസ്നെസ് അതാണ് ലോകത്തിലെ the highest consciousness in the world is Christ consciousness. അതുകൊണ്ടാണ് ഇവിടുത്തെ ഹിന്ദു, ഇസ്ലാമിക് പീപ്പിൾ, ബുദ്ധിസ്റ്റ് and all the people, those who are meditating, yoga people on all the world religion is took that consciousness. നിങ്ങൾ പോയി, ഞാനൊരു പേര് പറഞ്ഞു, അദ്ദേഹത്തിന്റെ പേര് സ്വാമി മൂജി എന്ന, മൂജി MOOJI, മൂജി. നിങ്ങൾ പോയി നോക്കിയാൽ ഒരു ആഫ്രിക്കൻ സ്വാമിയാണ്. ഇനി അത് പറഞ്ഞു തന്നിട്ട് നിങ്ങളെ തെറ്റിച്ചെന്ന് പറയില്ല. നിങ്ങൾക്ക് ഹയർ കോൺഷ്യസ് ഉള്ളവർക്ക് അല്ല, ലോവർ കോൺഷ്യസ് ആരും പോകണ്ട. പോയാൽ അത് ബന്ധനം പോര് പോരാട്ടം എന്നൊക്കെ പറയും, അങ്ങനെ പോകണ്ട. ഇച്ചിരി ഹയർ കോൺഷ്യസ് ഉള്ളവർക്ക് ആ മൂജി എന്ന് പറയുന്ന ആളിനെ, മൂജി എന്ന് പറയുന്ന ആൾ ഒരു ഹൈന്ദവ, ഒരു വേറൊരു മതത്തിൽപ്പെട്ട ആളാണ്. പുള്ളി ഒരു സ്വാമിയാണ്. പുള്ളി ഇതുപോലെ, ഞാൻ കഴിഞ്ഞ ദിവസം ഞെട്ടിപ്പോയി, അദ്ദേഹം പഠിപ്പിക്കുന്ന സബ്ജക്ട് ഏതെന്നറിയാമോ? ക്രൈസ്റ്റ് കോൺഷ്യസ്നസ്. സ്വാമി ഇത് പറയുക, ക്രൈസ്റ്റ് കോൺഷ്യസ്. അദ്ദേഹം പറയുക, when I was wake up in the morning, I was really amazed. Wow, I felt the power of Christ. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ ആളിൽ കുറച്ച് ഗ്ലോറി പ്രൈസിനോട് ആമേൻ അവരുടെ കയ്യില്ല. ഇവിടെ സ്വാമി പറയുന്ന he wake up with the consciousness of Christ. നമ്മുടെ ചർച്ച് എന്ത് പറ്റി? നമ്മുടെ ചർച്ച് is talking about the consciousness of Satan, consciousness of പോരാട്ടം, consciousness of sickness, consciousness of hell. ചില പള്ളിയിലൊക്കെ കയറി ഇറങ്ങി വന്നാൽ ദൂതന്മാരായിട്ട് പോയി ഭൂതങ്ങളായിട്ട് തിരിച്ചു വരും. ഫിയർ, ഗിൽറ്റ്, ഇതെല്ലാം ഡോമിനേറ്റ് ചെയ്ത് അവസാനം അടി പിടി ബഹളം, ഇത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. കാരണം കോൺഷ്യസ്നെസ് എന്താണ്? ചില ചർച്ചിൽ പോകാതിരിക്കുന്നതാണ് ബെസ്റ്റ്. ഐ എം ടെല്ലിംഗ് ദ ട്രൂത്ത് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഈ സാത്താനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറയുന്ന സഭകളിൽ നിങ്ങൾ ദയവ് ചെയ്ത് കയറരുത്. നിങ്ങളുടെ കോൺഷ്യസ്നെസ് സാത്താനിക്ക് കോൺഷ്യസ്നെസ് ആവും. രാത്രി ദൂതൻ നിന്റെ വീട്ടിൽ വന്നാലും നിനക്ക് ഭൂതമാണെന്നേ തോന്നും. കാരണം നീ ഭൂതത്തെ പ്രതീക്ഷിച്ചിരിക്കുക. സത്യമല്ലേ? ഇപ്പൊ നിങ്ങൾ രാത്രി ഉറങ്ങുക, നിങ്ങളുടെ രാത്രി ഉറങ്ങുമ്പോ നിങ്ങളുടെ ഒരു ഇരുണ്ട വെട്ടത്തിലൂടെ ഒരാൾ ഇങ്ങനെ ഡ്രന്ന് പോകുന്നത് ഇന്ന് രാത്രി എല്ലാവർക്കും ഉണ്ടാവട്ടെ. രാത്രിയിൽ അനന്തതയുടെ നിശബ്ദതയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ ആരുമില്ലാത്ത സമയത്ത് ആ ഇരുണ്ട വെട്ടത്തിലൂടെ നിങ്ങളുടെ അരികിലേക്ക് ഒരാൾ ഇങ്ങനെ മന്ദം നടന്നു, നിങ്ങൾ വിറച്ചോണ്ട് താഴെ പോകും. നിങ്ങൾ ഉടനെ ഓ സൈറ്റാൻ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ഗോഡ്. സത്യത്തിൽ സൈറ്റാൻ ആയിരിക്കത്തില്ല, ദൂതനായിരിക്കും. കാരണം ഈ കോൺഷ്യസ്നെസ് മൊത്തം സാത്താനാ. ഇരുട്ടിൽ വരുന്നത് മൊത്തം സാത്താനാ. ഇന്ന് രാത്രി എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാവിലെ എല്ലാവരും ബോധക്കേടോടെ കോൺഷ്യസ്നെസ്. സോ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഹയർ കോൺഷ്യസ്നെസ് ആണ്, ക്രൈസ്റ്റിന്റെ കോൺഷ്യസ്. നമ്മൾ അതിലേക്കാണ് പോകുന്നത്. ജീസസ്, ആദ്യം ഞാൻ യേശുവിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. ലിസൺ, ജീസസ് is the name of the Son of God. Christ is the consciousness of the Son of God. Christ, what is the meaning of Christ? Christ എന്ന വേർഡിന്റെ അർത്ഥം anointed one, anointed one, Mashiach. Anointing എന്ന് പറഞ്ഞാൽ what is the meaning of anointing? Oil. What is oil? When you squeeze the seed,
When you break the seed, when you squeeze the seed, you will get the oil. Oil is the essence of the seed. Is it right? Hallelujah. So what is the meaning of Christ? Christ is the essence of the Almighty God. അതുകൊണ്ടാ ബൈബിൾ തന്നെ ദൈവത്തിന്റെ വിത്ത് നിങ്ങളിൽ ഇരിക്കുന്നു. പിടി കിട്ടിയോ? വിത്തിനകത്താണ് ഈ സീഡിനകത്താണ് ഈ ഓയിൽ ഉള്ളത്. സീഡിനകത്താണ് ഈ അനോയിന്റിംഗ് ഉള്ളത്. ആ സീഡാണ് ക്രൈസ്റ്റ്. ദൈവത്തിന്റെ സീഡാണ് ക്രിസ്തു. That means you are carrying the essence of God. Essence of God. You are carrying the essence of God. The essence of God. Oh my goodness. The essence of God, Labrahosh Makatara, is the consciousness of Jesus. The essence of God is the consciousness of Jesus. Can you say amen? ഞാൻ പറയാം, നിങ്ങൾ ഇരിക്കുന്ന മുറിയിൽ കൊപ്ര കൊണ്ട് ഇറക്കിയ കൊപ്ര നിറച്ച് കൊപ്ര ഉണ്ടാക്കി. ആ കൊപ്ര ഈ ആട്ടി വെളിച്ചെണ്ണയാക്കിയാൽ നിങ്ങളുടെ മൂലയിൽ, വീടിന്റെ മൂലയിൽ ഇരിക്കാനേ കാണത്തുള്ളില്ലേ? ഇല്ലേ? നിങ്ങളുടെ വീട് നിറച്ച് മൂക്കൂട്ടിയിട്ടിരിക്കുന്ന കൊപ്ര നമ്മൾ കൊണ്ടുപോയി അതിനെ ചക്കിലിട്ട് ആട്ടി എണ്ണയാക്കിയാൽ ഒരു 4 കന്നാസ് ആ വീടിന്റെ മൂലയിലിരിക്കും. അപ്പൊ കൊപ്ര വീട് നിറച്ചു. നമ്മൾ പറയും, ഓ സ്ഥലം പോരാതെ വണ്ണം കൊപ്ര. പക്ഷെ അതിന്റെ എസൻസ് എത്രയുണ്ട്? ഇപ്പൊ നിങ്ങൾ പിടികിട്ടിക്കണോ? ഈ ഒരു കോണ്ടസ്റ്റിലാണ് നമ്മുടെ ശലോമോൻ പ്രാർത്ഥിച്ചത്, നീ സ്വർഗത്തിൽ ഒതുങ്ങത്തില്ല, സ്വർഗത്തിൽ ഒതുങ്ങത്തില്ല. ശരിയാ, സ്വർഗത്തിൽ ഒതുങ്ങത്തില്ല, സ്വർഗത്തിൽ ഒതുങ്ങത്തില്ല. പക്ഷെ ന്യൂ ടെസ്റ്റമെന്റിൽ ക്രൈസ്റ്റ് ഭൂമിയിലേക്ക് വന്നപ്പോ പൗലോസ് പറയാ, അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിച്ചത്. ശലോമോൻ പറയുന്നു, അവിടെ ഒതുങ്ങത്തില്ല, ഇവിടെ ഒതുങ്ങത്തില്ല, സ്വർഗ സിംഹാസനം ഭൂവിവാദം. ദാറ്റ്സ് ഗ്രേറ്റ് ഗോഡ്. യെസ്, ട്രൂ. പക്ഷെ in the New Testament നമുക്ക് കിട്ടിയത് the essence of God dwells in perfection. The fullness of God is dwelling in the body of Christ. ക്രിസ്തുവിൽ അത് സർവസമ്പൂർണമായി വസിച്ചിരുന്നു എന്ന്. Listen to me. What is Christ consciousness, brothers and sisters? Jesus believed that he is carrying the essence of the Father God. Oh, I love that word, the essence. The sammanbonam of the Father God. Pidavinte fullness avanil vasikkunnu. That's why Jesus said, listen. That's why Jesus said, I and my Father are one. What is the meaning? We people are taking that word to prove Trinity. നമ്മൾ ട്രിനിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടി ആ വാക്കിനെ എടുക്കും. പക്ഷെ വാസ്തവത്തിൽ what is the true meaning? I and my Father are one. That means ജീസസ് ലോകത്തിലേക്ക് വന്നിട്ട് ജീസസിന് ഈഗോ ഇല്ലാത്തത് കൊണ്ട് അവന് സ്വയമായിട്ടൊന്നും സംസാരിക്കാനില്ല. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 5:19 നോക്കി. നമുക്കറിയാവുന്ന വാക്യമാണ്. We have gone through that one. മുമ്പ് നമ്മൾ പോയിട്ടുണ്ട്. 5:19 പറയുന്നത് ഇങ്ങനെയാണ്, അങ്ങനെ അവൻ ശബത്തിൽ ലംഘിച്ചു മാത്രം ദൈവത്തെ സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമനാക്കി. 18 വാക്യം 19. അങ്ങനെ യേശു അവരോട് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രൻ അതുവേ സ്വന്തമായി ഒന്നും ചെയ്യുന്നില്ല. എന്നിട്ട് ഇത് 8-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ നോക്കിയേ. പിതാവ് ചെയ്ത് കാണുന്ന മാത്രം താൻ ചെയ്യുന്നു പറഞ്ഞാൽ എന്റെ പ്രവൃത്തി എന്റേതല്ല, അത് പിതാവിന്റെ പ്രവൃത്തിയാണെന്നാണ് യേശു പറയുന്നത്. അതുപോലെ തന്നെ ജോൺ ചാപ്റ്റർ 8:28 യേശു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം അവൻ തന്നെത്താൻ അവൻ എന്നും അകൽ യേശു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവൻ എന്നും ഞാൻ സ്വന്തമായിട്ട് ഒന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശിച്ചു തന്നത് പോലെ ഇത് സംസാരിക്കുന്നു എന്നും അറിയും. ഈ വെട്ടത്തെ നോക്കിയിട്ട് കണ്ണു കാണുന്നില്ല, ഐം സോറി. പിതാവ് സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നു. Listen, this is very important. That means he has nothing to say about himself. എല്ലാരും കേൾക്കണം.
അവന് സ്വയമായിട്ട് ഒന്നും പറയാനില്ല. എല്ലാ മക്കളും ശ്രദ്ധിച്ചോ, ഇഫ് യു ആർ കൺട്രോൾഡ് ബൈ ക്രൈസ്റ്റ് കോൺഷ്യസ്നസ്, നിങ്ങൾക്ക് സ്വയമായിട്ട് ഒന്നും പറയാൻ കാണില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മിക്കവാറും ഒക്കെയുള്ള എല്ലാ സൗഹൃദ സംഭാഷണങ്ങളിലും നിങ്ങൾ മൗനമായിരിക്കും. ആലോചിക്കും, എന്താ ബ്രദർ മിണ്ടാതിരിക്കുന്നത്? മറുപടി, ഈഗോയിലായിരുന്നപ്പോ സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, സ്വയമായിട്ട് പറയാനുണ്ടായിരുന്നു. ഇപ്പൊ സ്വയമായിട്ട് സംസാരിക്കാൻ ഒന്നുമില്ല. അപ്പൊ പറയും ജാടയാണോ? അല്ല. ഹയർ കോൺഷ്യസ്നെസ് വിൽ നമ്മുടെ വാക്കുകളുടെ എണ്ണത്തെ കുറയ്ക്കും. ഇതെല്ലാം പ്രധാനമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യണം. നമ്മുടെ വാക്കുകളുടെ എണ്ണം കുറയ്ക്കും, നമ്മുടെ സംഭാഷണം കുറയ്ക്കും. കാരണം നമ്മൾ മിക്കവാറും ഒക്കെ എല്ലാം സംസാരിക്കുന്നത് നമ്മുടെ ഈഗോയിൽ നിന്നാണ്. നമ്മുടെ പ്രസംഗങ്ങളെല്ലാം ഈഗോയിൽ നിന്ന് വരുന്നില്ലേ? മിക്കവാറും ഒക്കെ ഈഗോയിൽ നിന്ന് വരാറുണ്ട്. പക്ഷെ ഞാനും എൻ്റെ പ്രസംഗത്തിനും ചിലത് ഈഗോയിൽ നിന്ന് വരാറുണ്ട്. അത് ഓരോ ദിവസവും സബ്ഡ്യൂവായി, ഒരു ദിവസം നമ്മുടെ കർത്താവിന്റെ വേലക്കാർ ശ്രദ്ധിച്ചോ, ഒരു ദിവസം നിങ്ങൾ പുൽപ്പിറ്റിൽ നിൽക്കും, നിങ്ങൾക്ക് പറയാൻ ഒന്നും കാണത്തില്ല, ദൈവത്തിന് മാത്രമേ പറയാൻ കാണൂ. ദൈവം പറയാൻ തുടങ്ങുമ്പോ സാഹചര്യങ്ങൾ മാറുന്നത് നിങ്ങൾ കാണാൻ തുടങ്ങും. സ്തോത്രം. ദൈവത്തോട് പറയണം, ലോർഡ്, എനിക്കൊന്നും പറയാനില്ലാത്തൊരവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുപോകണം. എന്നിൽ വസിക്കുന്ന പിതാവ് സംസാരിക്കുന്നു. എന്നിൽ വസിക്കുന്ന പിതാവ് സംസാരിക്കുന്നത് അത്രയും ഞാൻ സംസാരിക്കുന്നത്. പിതാവിന്റെ വോയിസ് ആണ് ഞാൻ, പിതാവിന്റെ ശബ്ദമാണ് ഞാൻ എന്ന നിലയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോവുകയാണ്. എന്ന അവസ്ഥയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോവുകയാണ്. എത്ര പേർക്ക് സന്തോഷമാണ്, എത്ര പേർക്ക് അങ്ങനെ ആകാൻ ആഗ്രഹമുണ്ട്? പിടിയിട്ട് യേശു ക്രിസ്തുവിന്റെ കോൺഷ്യസ്നസ്. നിങ്ങൾ ഇനിയും ഞാൻ നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ ഒരു സജഷൻ പറയുന്നു. റീഡ് ദ ബുക്ക് ഓഫ് മാത്യു, മാർക്ക്, ലൂക്ക് ആൻഡ് ജോൺ. മത്തായി, മർക്കോസ്, ലൂക്കോസ്, ജോൺ വായിക്കണം. വായിച്ചിട്ട് ക്രിസ്തുവിന്റെ ഓരോ സ്റ്റേറ്റ്മെന്റ് എടുക്കണം. ആ സ്റ്റേറ്റ്മെന്റിനകത്ത് നിങ്ങൾ ഈഗോയാണോ ഹയർ ക്രൈസ്റ്റ് കോൺഷ്യസ്നസ് ആണോ എന്ന് നിങ്ങൾ ഒന്ന് പരിശോധിക്കണം. പ്ലീസ് പരിശോധിക്കണം. നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് യേശു, ഞാൻ സ്വയമായിട്ടൊന്നും സംസാരിക്കുന്നു പറഞ്ഞാൽ എനിക്ക് സ്വയമായിട്ട് പറയാനില്ല. സ്വയമായിട്ട് എനിക്ക് പറയാനൊന്നുമില്ല. പിതാവ് സംസാരിക്കുന്നതാണ് ഞാൻ സംസാരിക്കുന്നത്. ബിക്കോസ് ഐ ആം എ ഈഗോ ഫ്രീ പേഴ്സൺ. ഹല്ലേലൂയ. ക്രൈസ്റ്റ് എങ്ങനെയാ ജീവിച്ചത്? പിതാവേ, നീ ഞാൻ ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നാകണം. വാട്ട് ഈസ് ഇറ്റ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്? ഒരിക്കലും ജീസസ്, ഓ മൈ ഗോഡ്, നിങ്ങൾക്ക് ജീസസ് പറഞ്ഞ ആ വാക്ക് ഓർമ്മയുണ്ടോ? ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ലൈഫ്. We people, we Christians, we evangelists, we are preaching to the world that Jesus Christ is the only way to heaven. അങ്ങനല്ലേ? പിതാവ് നിങ്ങളെ നിത്യത മൊത്തം ബാർബിക്യൂ ആക്കണ്ടാക്കിൽ ഞാനാണ് വഴി എന്ന് പറഞ്ഞാൽ പിതാവ് നിന്നെ ഹെവനിൽ ചെന്നിട്ട് എന്താക്കുമെന്ന്? കറക്ക കോഴിയുടെ കൂട്ടി ഇങ്ങനെ ബാർബിക്യൂ ആക്കും, കത്തിക്കും. അപ്പം രക്ഷപ്പെടാനുള്ള ഏക വഴി ഞാൻ. It's not the heaven. God, Jesus is not the way to heaven. Jesus is the way to the Father. Jesus is the way to the Father. അപ്പൊ ഈ സംസാരിക്കുന്ന ആരാ? ജീസസ് സ്വയമായിട്ട് സംസാരിക്കുന്നതിൽ ആരായിരിക്കും സംസാരിച്ചത്? The essence of God, Christ, the consciousness. The consciousness is speaking. അപ്പം യേശു സ്വയമായിട്ടൊന്നും പറയാനില്ല. നസറയത്തിലെ തച്ചനായ മറിയയുടെ മകനായ ജോസഫിന്റെ മകനൊന്നും പറയാനില്ല. പക്ഷെ ജീസസിന്റെ അകത്തിരിക്കുന്ന ആ ഒറിജിനൽ ട്രൂ ഐഡന്റിറ്റി, ട്രൂ സെൽഫ്, the essence of God, Christ, is speaking. That the essence പറയാം, I am the way. അല്ലാതെ ഈ നിൽക്കുന്ന ഞാനല്ല, ഇങ്ങനെ ഇരിക്കുന്ന ഞാനല്ല. The way, I am the way, I am the true I am, the big I am, the true essence. അന്ന് മരുഭൂമിയിൽ, ഹോരേബിൽ, മുൾപ്പടർപ്പിൽ മോശയ്ക്ക് വെളിപ്പെട്ട I am
I am. I am the way എന്ന് പറഞ്ഞാൽ I am the way എന്നല്ല. ഈ എന്റെ ഇന്നിരിക്കുന്ന മോസ്റ്റ് ഇന്നർമോസ്റ്റ് ബീങ്ങിലിരിക്കുന്ന ഒരു I am ഉണ്ട്. I am the way. Can you say amen? നമ്മൾ ചിന്തിക്കുന്ന നല്ലത്. നമ്മൾ പറഞ്ഞ ഈ മനുഷ്യനായി നിൽക്കുന്ന 6 അടി ഹൈറ്റ് ഉള്ള യഹൂദൻ, ഞാനാകുന്നു വഴി, ഞാനാകുന്നു സത്യം, ഞാൻ അല്ലല്ല അതല്ല. The truth is the true I am the truth. I am the life. Can you say amen? Hallelujah. I am the way. Oh, Jesus. I love that statement. I am the true I am. എന്റെ അകത്തിരിക്കുന്ന ഇന്നർമോസ്റ്റ് ബീങ്ങിലിരിക്കുന്ന the true person. He is the way. The I am the way. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റും, oneness. It's no separation, no separation, no duality, no separation, inclusion. You and Christ, you are one. You are one. You are one. The oneness of God. നിങ്ങളും കർത്താവ് ഒന്നാണ്. അപ്പൊ ഞാനിങ്ങനെ പറയാം, I am എന്നുള്ള വാക്കിന് നമുക്ക് oneness എന്ന് പറഞ്ഞു. Oneness is the way, the truth and life. And without the oneness, you cannot go to the Father. Did you get me? Father എന്ന് പറഞ്ഞാൽ the source. Father എന്ന് കേൾക്കുമ്പോൾ the resource. The resource. Father is the resource. So the oneness of God, that mystical reality, the higher consciousness. Oh, Jesus അവിടെ നിന്നിട്ട് ചുമ്മാതെ ഈ നിൽക്കുന്ന ഞാൻ 33 വയസ്സുള്ള ഞാൻ വഴി എന്നല്ല പറഞ്ഞത്. I am. അവൻ എപ്പോൾ I am എന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അവന്റെ ഉള്ളിലിരിക്കുന്ന പിതാവിനെ കുറിച്ചാണ്. That is the consciousness of Christ. That is the essence of God. That is the fullness of God in Christ. That is the consciousness. That is the secret of Christ's ministry. Amen. Because of the higher consciousness, he could walk over the water. He could multiply the bread. He can change the water into wine. He can rise the dead, heal the lepers. മണ്ണങ്ങോട്ട് വാരി കുഴച്ചെടുത്ത് കണ്ണിലോട്ട് വെച്ച് പുരട്ടി കളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു, കണ്ണുണ്ടായി വന്നു. Everything happened because Christ, the consciousness. Hallelujah. മനസ്സിലാവുന്ന പ്രിയർ, ഇത് ക്രിസ്തു, അതുകൊണ്ട് പറയാം ദൈവം അവനെ ക്രിസ്തുവും കർത്താവുമാക്കി. He became Christ and the Lord. So if the Bible says Christ, the hope of glory, lives in you, that means Christ, the essence of God, the fullness of God, He lives in you. The consciousness is in you. That's what I say. I cannot preach consciousness. I can only awaken you to the higher consciousness. നിങ്ങളെ കോൺഷ്യസ്നസ് പഠിപ്പിക്കാൻ പറ്റും, ഇറ്റ്സ് ഇമ്പോസിബിൾ. But I can awaken you because Christ lives in you. The essence of God in you, the seed of God in you. I am a child of God. My goodness. That's what the Bible says. The creations are waiting for the manifestations of the sons of God. What is the sons of God? What is the manifestation of the sons of God? We people, നമ്മൾ ക്രൈസ്റ്റ് കോൺഷ്യസ്നെസ്സിലേക്ക് awakening ആകുന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് സൃഷ്ടികൾ കാത്തിരിക്കുന്നു. The pure consciousness is Son of God. We are the righteousness of God. We are the children of God. We are the sons of God. That is our true sense, true reality. The creations are waiting for the manifestations of the sons of God. That means we should awaken to the higher consciousness. If you are in the higher consciousness, you don't want to fear about sin. You want to fear about fear. You will never accuse anybody. Because if you are in the lower level, you accuse everybody, you will fight with everybody, you will argue with everybody, you will carry all the errors.
എല്ലാവന്റെ കുറ്റം, അവന്റെ കുറ്റം, ഇവന്റെ കുറ്റം, അവന്റെ തെറ്റ്, ഇവന്റെ തെറ്റ്, ഇതെല്ലാം പറഞ്ഞു നടക്കുന്ന ഈ ചാണകം തിന്നികളാണ്. ലോവർ ലെവലായി. Most of the Christians are like that. I'm telling the truth. Most of 99% of the Christians are living in the lower consciousness. They are carrying the junk and always speaking about others, guilty, fear, fighting with others, fleeing from others, separating people, and all the arguments because they are not Christ consciousness. Amen. നിങ്ങളുടെയൊക്കെ ചർച്ചിൽ വഴക്കുണ്ടാക്കി നോണ പറയുന്നവരുണ്ടാക്കണം, ഇതെല്ലാം പഴം തീറ്റിക്കാരാ, പാമ്പിന്റെ പഴമാണ്. If you are in the higher court, you will never fight, because I want to say ego will produce fight or fight or flight. ഇത് മറന്നു പോകരുത്. ഫൈറ്റ് ചെയ്യുന്ന എന്തുകൊണ്ടാ? You are wrong. നീ തെറ്റുകാരനാണ്, നീ കുറ്റക്കാരനാണ്. I am going to fight with you. ഫ്ലൈറ്റ് എപ്പോഴാണ്? I am guilty, I am going to fly. ഞാൻ കുറ്റക്കാരൻ, ഞാൻ ഓടും. നീ കുറ്റക്കാരൻ, ഞാൻ നിന്നോട് യുദ്ധം ചെയ്യും. ഇത് രണ്ടും ചെയ്യുന്നത് ഈഗോയാണ്. But if you are the higher consciousness doing something wrong, your consciousness will say you are completely forgiven, you are the sons of God. Everybody listen, everybody in the world is completely forgiven. Forgiveness, the message of forgiveness, it will lead you to higher kinds of consciousness, higher consciousness. Amen. ഞാൻ ഒന്നുകൂടെ പറയാം. Can you see everybody as a 100% forgiven people? നിങ്ങളുടെ ചർച്ചിൽ വരാതെ അപ്പുറത്തെ ചർച്ചിൽ പോകുന്ന, അപ്പുറത്തെ പള്ളിയിൽ പോകുന്ന, അപ്പുറത്തെ അമ്പലത്തിൽ പോകുന്ന, അപ്പുറത്തെ ക്ഷേത്രത്തിൽ പോകുന്ന ആ ആള് ദൈവത്തിന്റെ പരിപൂർണമായ ക്ഷമ പ്രാപിച്ച ആളാണെന്ന് വിശ്വസിക്കാൻ പറ്റുമോ നമുക്ക്? Can you imagine? ദൈവം അവരുടെ കംപ്ലീറ്റ്ലി forgiven ആണെന്ന് വിശ്വസിക്കാൻ പറ്റും? Can you imagine that their sins have been totally forgiven? There is no record of sins. അവരുടെ സിന്ന് ദൈവത്തിന്റെ റെക്കോർഡില്ലെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വലിയ പാടാ ഇതൊക്കെ വിശ്വസിക്കാൻ. ഇങ്ങനെ പിന്നെ നമ്മൾ സുവിശേഷം പ്രസംഗിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ ബ്രദറെ എന്നായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ. ഒന്നുകൂടെ ഞാൻ ചോദിക്കാം. ഫണ്ടമെന്റൽ ക്രിസ്ത്യൻസ് ആർ പ്രീച്ചിങ് ദ ഗോസ്പൽ ടു നരകത്തെ കാലിയാക്കി സ്വർഗത്തെ പോപ്പുലേറ്റ് ചെയ്യണം. അതാണല്ലോ നമ്മുടെ ലക്ഷ്യം, സ്വർഗത്തിലേക്ക് പോകും. പക്ഷെ ആക്ച്വലി മിസ്റ്റിക്കൽ ട്രൂ ക്രിസ്ത്യാനിറ്റി എന്നറിയാമോ? ട്രൂ ക്രിസ്ത്യാനിറ്റി പ്രൊപ്പഗേറ്റിംഗ് ഹെവൻ അല്ല. അപ്പൊ നമ്മുടെ ആളുകൾ എന്നോടും എല്ലാവരും ഇപ്പൊ ചോദിക്കും, ഇവർക്ക് ഹെല്ലും ഇല്ല ഹെവനും ഇല്ല, പിന്നെ ഇവർ എന്തോ? ഹെല്ലും ഇല്ല ഹെവനും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. നമ്മുടെ ലക്ഷ്യം ഹെല്ലും ഹെവനും അല്ലെന്നല്ല. നമ്മുടെ ലക്ഷ്യം, ദൈവത്തിന്റെ ലക്ഷ്യം, അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് കൊണ്ടുവരേണ്ടതിന് തന്റെ ഏകജാതനായ പുത്രനെ അനേക കഷ്ടങ്ങളിലൂടെ കടത്തിവിട്ടു. നമ്മുടെ ലക്ഷ്യം ജനത്തെ പുത്രന്മാരാക്കി മാറ്റുക. Man of God, listen to me. Bringing people to heaven, that is not our agenda. അത് നമ്മുടെ മാത്രം അജണ്ട അല്ല. അത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഇസ്ലാംസ് ആണ്, ഇസ്ലാമിക് പീപ്പിൾ ആണ്. ഏറ്റവും കൂടുതൽ സ്വർഗത്തെ കുറിച്ച് പറയുന്ന അവരാണ്. അവരുടെ സ്വർഗം ഭയങ്കര സൂപ്പർ സ്വർഗമാണ്. നമ്മുടെ സ്വർഗത്തിൽ കയ്യടിയും പ്രാർത്ഥനയേ ഉള്ളൂ, നിത്യമായ ആരാധന. നമ്മുടെ പാസ്റ്റേഴ്സ് പറയല്ലോ, ഇവിടെ കൈയടിക്കാത്ത നീ എങ്ങനെ സ്വർഗത്തിൽ കൈയടിക്കും? ഇവിടെ അരമണിക്കൂർ ആരാധിക്കാത്ത നിനക്ക് എങ്ങനെ സ്വർഗത്തിൽ 24 മണിക്കൂർ ആരാധിക്കാൻ പറ്റും? നിങ്ങളൊന്ന് ചോദിച്ചു, ഹെവൻ മൊത്തം ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ സ്വർഗം തലയിൽ ഒരു തുണി ഇട്ട് ഇങ്ങനെ മുറുക്കി കെട്ടി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഡു യു തിങ്ക് ദാറ്റ് ഹെവൻ ഈസ് ലൈക്ക് ദാറ്റ്? പക്ഷെ ഇസ്ലാമിന്റെ സ്വർഗം അങ്ങനെയല്ല. ഇസ്ലാമിന്റെ സ്വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈല നദിക്ക് പകരം മധ്യ നദി, 72 ഹൂറിമാർ എന്ന് പറഞ്ഞ സുന്ദരികളായ സ്ത്രീകൾ. യോ, ഇതൊക്കെ കേട്ട എല്ലാവരും ചാടി ഇസ്ലാമിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ്. അവനും സ്വർഗം പ്രതി ഒരു ഹിന്ദുവിനോട് പോയി ചോദിക്കും, വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് ഗോൾ? മോക്ഷം, മോക്ഷത്തിൽ പോകണം, ഹെവൻ. ഹിന്ദുവിനോട് പറഞ്ഞ സ്വർഗം, ബുദ്ധനോട് പറഞ്ഞ സ്വർഗം, ഇസ്ലാമിനോട് ചോദിച്ചാൽ സ്വർഗം, ക്രിസ്ത്യാനിയോട് ചോദിച്ചാൽ സ്വർഗം. മതത്തിന്റെ എല്ലാ ലക്ഷ്യം സ്വർഗം. പക്ഷെ യേശു ക്രിസ്തുവിന്റെ ലക്ഷ്യം സ്വർഗമല്ല. യേശു ക്രിസ്തുവിന്റെ ലക്ഷ്യം അവന്റെ പുത്രന്മാരായി നിങ്ങൾ മാറുക. നമുക്ക് സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളെ അല്ല സൃഷ്ടിക്കേണ്ടത്. നമ്മുടെ ചർച്ചിൽ വരുന്ന 100 ദൈവപുത്രന്മാരായി മാറണം. The manifestations of the sons of God, not the heaven going. സ്വർഗത്തിലേക്ക് പോകാൻ വീസ ഇട്ടുകൊണ്ട് നടക്കുന്ന കുറച്ച് നുണയന്മാരെ എല്ലാം നമുക്കുണ്ടാകും. നമുക്ക് അങ്ങനെയുള്ള ആളുകൾ വേണ്ട. സ്വർഗത്തിലേക്ക് പോകേണ്ട ആളുകളെല്ലാം അപ്പുറത്തെ പള്ളിയിലേക്ക് വരും. We are sons of God. നമ്മൾ പുത്രന്മാരായി മാറുക.
That is the consciousness. Sons of God are upon consciousness. Amen. നമ്മൾ ലോവർ ലെവലിൽ ജീവിച്ചിട്ട് നമ്മുടെ ലോവർ കോൺഷ്യസ്നസ് സോ ഡേഞ്ചറസ്. Sufferings, ego, fighting, living in guilt consciousness. So many things are there. ഞാൻ അതിനകത്ത് ഒരു കുഞ്ഞു കാര്യം ഇവിടെ പറഞ്ഞിട്ട് ആ ഭാഗം വിടാൻ ആഗ്രഹിക്കുക. What is the difference between ego and true identity? ഈ ട്രൂ ഐഡി, ട്രൂ സെൽഫ്, അതായത് നമ്മുടെ ഉള്ളിലുള്ള സെൽഫും ഈഗോയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ട്രൂ സെൽഫ് എപ്പോഴും ടോക്കിംഗ് അബൌട്ട് ഓൺനെസ്. The persons, those who are living in higher consciousness, they will always talk about oneness. They will never ever separate anything. Oneness of God. Oneness of God means I and my Father are one. Christ in me, the hope of glory. Christ lives in me. Father lives in me. The Holy Spirit lives in me. I am in God. God is in me. I am my God. We are one. ഞാനും എൻ്റെ ദൈവവും ഒന്നായിരിക്കുന്നു. ഇതാണ് ട്രൂ സെൽഫ്. ഈഗോയുടെ സെൽഫ് എന്താ? ദൈവം വേറെ, ഞാൻ വേറെ. ദൈവത്തിന്റെ അടുക്കൽ വരാൻ ഞാൻ യോഗ്യനല്ല. നമ്മളിപ്പം നേരെ എടുക്കുന്നറിയാം, പാപിനിയായ ചുങ്കക്കാരന്റെ പോകും, നിന്റെ അടുക്കലേക്ക് വരാൻ ഞാൻ യോഗ്യനല്ല. ഈ ദൈവത്തെ ഇങ്ങനെ കാണുന്നവരെല്ലാം അതെല്ലാം ഈഗോയുടെ ആളുകളാണ്. സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താന്ന് പറയുമ്പോൾ എങ്ങോട്ടാ കണ്ണു ഉയർത്തന്നെ? കണ്ണടിച്ച് താഴോട്ട് നോക്കണം, കാരണം സ്വർഗം നിന്റെ അകത്താണ്. ഹെവൻ ഇൻ യു. ഇപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് കരം ഉയർത്തുന്ന പറയുമ്പോൾ ലൊക്കേഷൻ അവിടെ ആയാൽ നീ ഇപ്പോഴും ഈഗോയിലാണ്. നിന്റെ ദൈവം സ്വർഗത്തിൽ എവിടെയാണ് കുത്തിയിരിക്കുക. നിന്റെ ദൈവം നിന്റെ ഉള്ളിലുണ്ടെന്ന് വിശ്വസിക്കുക, അതാ സത്യം. അപ്പം നിങ്ങൾ ചോദിക്കും, ബ്രദർ that's there, but reality, the person lives, the essence of God, Christ lives in you, the essence of God lives in you. Second one, true self is eternal. True self എപ്പോഴും eternal എന്ന് പറഞ്ഞാൽ ഒരിക്കലും ടെമ്പററി ആയിട്ടുള്ള ഒരു അഭിപ്രായം ട്രൂ സെൽഫിൽ ഇല്ല. നിത്യമാണ്, മാറ്റമില്ല. പക്ഷെ നിങ്ങളുടെ ഈഗോ എന്ന് പറയുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത്. ഈഗോയുടെ പ്രശ്നം ഓൾവേസ് ടോക്ക് അബൌട്ട് ദ ഫ്യൂച്ചർ ആൻഡ് ടോക്ക് അബൌട്ട് ദ പാസ്റ്റ്. എപ്പോഴും ശ്രദ്ധിക്കണം, ഒരാൾ പാസ്റ്റിൽ ജീവിക്കുന്നവൻ കഷ്ടപ്പെടും, ഫ്യൂച്ചറിൽ ജീവിക്കുന്നവൻ ഭയപ്പെടും. നോട്ട് ദ പോയിന്റ്. If you are living in the past, you will suffer. If you are living in the future, you will fear. എല്ലാം ചിന്തിച്ചു നോക്കിയേ. നിങ്ങളുടെ കഷ്ടത മൊത്തം നിങ്ങളുടെ കഴിഞ്ഞ കാല ഓർമ്മകളിൽ നിന്നാണ്. നിങ്ങളുടെ ഭയം മൊത്തം നിങ്ങൾക്ക് നാളെയെ കുറിച്ചാണ്. ഇപ്പൊ ഈഗോയ്ക്ക് എത്ര ടെൻസ് ഉണ്ട്? ഈഗോയ്ക്ക് 2 ടെൻസ് ഉണ്ട്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ നിങ്ങളുടെ ട്രൂ ഐഡന്റിറ്റിക്കകത്ത് ഒരിക്കലും പാസ്റ്റും ഇല്ല, ഫ്യൂച്ചറും ഇല്ല. നിങ്ങളുടെ ട്രൂ ഐഡന്റിറ്റിക്കകത്ത് പ്രസന്റേ ഉള്ളൂ. നൗ ഐ ആം. പിടികിട്ടിയോ? അപ്പൊ നിങ്ങളിൽ ഒരിക്കലും ഇന്നലെ കുറിച്ചുള്ള വേദനയില്ല, നാളെ കുറിച്ച് ഭയവും ഇല്ല. ഇതല്ല യേശു പറഞ്ഞത് ഒന്നിനെ കുറിച്ച് വിചാരപ്പെടേണ്ടെന്ന്. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടണമെന്ന് പറഞ്ഞാൽ ഈഗോയിൽ ജീവിക്കേണ്ടെന്ന്. യേശു ക്രിസ്തുവിന് ഒന്നിനെ കുറിച്ച് വിചാരം ഇല്ലായിരുന്നേ. അല്ലേ? അതല്ലേ പിന്നെ ഈ മൂന്ന് ദിവസം മീറ്റിംഗ് നടത്തുക, പ്രസംഗം. 3 ദിവസം യേശു പ്രസംഗിക്കുക. 72 മണിക്കൂർ യേശുവിന്റെ പ്രസംഗം കേട്ടു. അയ്യോ, 72 മണിക്കൂർ യേശുവിന്റെ പ്രസംഗം കേട്ടിട്ട് ആളുകളെല്ലാം വിശന്നു. അപ്പൊ എല്ലാവരും വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയപ്പോ യേശു പറയുക അവർക്ക് ഫുഡ് കൊടുക്കാൻ. സത്യം പറഞ്ഞാട്ടെ, നമ്മള് ഒരു മീറ്റിംഗ് തുടങ്ങിയതിന് മുമ്പ് ഫുഡിന്റെ കാര്യം ക്രമീകരിക്കുമോ, മീറ്റിംഗ് ശേഷം ഫുഡിന്റെ കാര്യം ക്രമീകരിക്കുമോ? ഞങ്ങളുടെയൊക്കെ ചേർച്ചിൽ ഒരു മീറ്റിംഗ് നടത്തുമ്പോൾ മീറ്റിങ്ങിന് തുടങ്ങുന്നതിന് മുമ്പ് അന്നേരം തന്നെ ഫുഡ് എത്ര രൂപ ഉണ്ടോ നമ്മളെ ഒരു പിരിവൊക്കെ എടുത്ത് അല്ലെങ്കിൽ കാശൊക്കെ സജ്ജമാക്കി ഇത്ര ആവും, ഇത്ര പേര് വരും എന്നൊക്കെ നമ്മൾ കണക്ക് കൂട്ടി മീറ്റിംഗ്. യേശുവിന് ഒരു വിചാരമില്ല. യേശു മീറ്റിംഗ് നടത്തി 1-3 ദിവസം കഴിഞ്ഞാൽ എല്ലാവരും പട്ടിണിയായി, എല്ലാ വശം തളർന്നു പോകുന്നു. അന്നേരം കാണാൻ ഫുഡ് കൊടുക്കണം. ഞാൻ എന്തുകൊണ്ട് യേശുവിന് നാളെ കുറിച്ച് വിചാരമില്ലാതെ? ഈഗോ ഇല്ലാത്തതുകൊണ്ടാണ്. പിടികിട്ടിയോ? നാളെയെ കുറിച്ച് വ്യാകുലത ഉള്ളത് ഈഗോയാ. മനസ്സിലായവർക്കായി സ്തോത്രം. ഞാൻ ഫിസിക്കലി ആയിരുന്നെങ്കിൽ നിങ്ങളുടെ അടുക്ക വന്ന് നിങ്ങൾക്ക് വിഷയിക്കാൻ തന്നെ. നാളെ കുറിച്ചുള്ള, ഇന്നലെ കുറിച്ചുള്ള എല്ലാ സഫറിങ് എന്താ? സഫറിങ് എവിടെ നിന്നാണ്? നോക്കി, നിങ്ങളെ നൊമ്പരപ്പെടുത്തുന്നത് നാളത്തതാണോ ഇന്നലത്താണോ?
എല്ലാവരും കേട്ടോ, എല്ലാ ആളുകളും കേട്ടോ. നിങ്ങൾ ഇന്ന് മനസ്സിൽ ദുഃഖമായിട്ടിരിക്കുന്നത് ഇന്നലെ നടന്നത്, മെനഞ്ഞാൻ നടന്നത്, 1984 നടന്നത്, 93 നടന്നത്, ജനിച്ചപ്പോ നടന്നത്, നീ കുഞ്ഞിലെ നിക്കറിട്ടോണ്ട് നടന്നപ്പോ നടന്നത്, നീ 1ാം ക്ലാസ്സിൽ പോയി നടന്നത്, നിന്നെ ആരുടെ ചീത്ത വിളിച്ചത്, എല്ലാം നിന്റെ ബ്ലാക്ക് ഹോളിനകത്ത് കിടക്കുക. നിനക്ക് നല്ലതൊന്നും ഓർമ്മയില്ല. സത്യമല്ലേ? നിന്നെ സ്നേഹിച്ചത് ഓർമ്മയുണ്ടോ? ശ്രദ്ധിക്കുക, നിന്നെ ആളുകൾ സ്നേഹിച്ചത് ഓർമ്മയുണ്ടോ? നിനക്ക് നന്മ തന്നെ ഓർമ്മയുണ്ടോ? പക്ഷെ നിന്നെ റോഡിൽ വെച്ച് കളിയാക്കിയത് നിനക്ക് കറക്റ്റ് ഓർമ്മയില്ലേ? ടീച്ചർ മോനെ നീ നല്ലവനെന്ന് പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ട്? ഓർമ്മയില്ലിപ്പോ. പക്ഷെ ടീച്ചർ നിന്നെ നോക്കിയിട്ട് നീ നന്നാവത്തില്ലടാന്ന് പറഞ്ഞ് ചൂരവടി എടുത്ത് ഒരു അടി തന്നത് ഓർമ്മയില്ലേ? ആ വേദന ഓർമ്മയില്ലേ? എന്താ? എല്ലാ പെയിനെയും നമ്മുടെ ബ്ലാക്ക് ഹോൾ ഉണ്ട്, അവിടെ കൊണ്ടുവച്ചേക്കാം. ഈഗോ ഇടയ്ക്കിടയ്ക്ക് പോയി ഇതിനെ തട്ടി ഉണർത്തും. തട്ടി ഉണർത്തിട്ട് പറയും, അന്നേ പറഞ്ഞില്ലടാ നീ നന്നാവൂലെന്ന്. അന്നേ നിന്റെ പപ്പ പറഞ്ഞില്ല നീ നന്നാവത്തില്ല, പാസ്റ്റർ പറഞ്ഞില്ല നന്നാവൂല. അതെന്ന് പറഞ്ഞ 93 പറഞ്ഞ. ഈഗോ പഴയ കാലത്തെ കഥകൾ ചെതഞ്ഞെടുത്ത് ഇങ്ങനെ നിന്റെ അകത്ത് കൊണ്ടുവന്നിട്ടിട്ട് നീ ഇങ്ങനെ കരഞ്ഞ് you will suffer, sir. You will suffer. എന്നിട്ട് നാളെ എന്ത് ചെയ്യും, കൊച്ചിനെ എങ്ങനെ കെട്ടിക്കും, ജീവിതം എങ്ങനെ ആവും, ബില്ലാരടയ്ക്കുമ്പോ ഒന്ന് ടെൻഷനാ, നാളെ കുറിച്ച് വായിലും പറയാൻ. പക്ഷേ ട്രൂ സെൽഫ് പറയും, ഐ ആം ദാറ്റ് ഐ ആം. നീ ഇന്നലെയും ജീവിക്കരുത്, നാളെയും ജീവിക്കരുത്, നീ ഇന്ന് ജീവിക്കാൻ പഠിക്കും. നീ ഇന്നങ്ങ് ജീവിച്ചാൽ നിനക്ക് മനസ്സമാനത്തോടെ ഉറങ്ങാം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഓരോ ദിവസവും അന്നേക്കുള്ള ദോഷം മതി, അത് മതിയെന്ന്. നാളത്തെ ദിവസം നാളേക്കായി ചിന്തിച്ചോളും. വൈ യു ആർ വറിയിങ് അബൌട്ട് ടുമോറോ, വൈ യു ആർ ലിവിങ് ഇൻ ഈഗോ എന്നതിന്റെ അർത്ഥം. ആമേൻ. ട്രൂ സെൽഫ് ഈസ് എറ്റേണൽ, എവർ ചേഞ്ചിങ്. ഈഗോ വിൽ ചേഞ്ച്. ഇങ്ങനെ വരും. ഞാൻ ഇന്നലെ പറഞ്ഞത്, ട്രൂ സെൽഫ് ഈസ് ദ ഓഷൻ, ഈഗോ ഈസ് ദ വേവ് ആൻഡ് ബബിൾസ്. ട്രൂ സെൽഫ് എന്ന് പറഞ്ഞാൽ സമുദ്രമാണെങ്കിൽ അതിന്റെ മേളിലെ വെറും തിരമാലകൾ മാത്രമാണ് ഈഗോ. ഈഗോയ്ക്ക് ലൈഫില്ല, നിന്റെ ചിന്തകൾക്ക് ലൈഫില്ല. നിന്റെ ചിന്തയല്ല നീ പറയണം, ഞാൻ എന്റെ ചിന്തയാണ്, ഞാൻ എന്റെ ചിന്തയാണെന്നല്ല പറയാം. എനിക്ക് ചിന്തയുണ്ട്, എനിക്കൊരു ശരീരമുണ്ടെന്നാ പറയേണ്ടത്. അല്ലാതെ ഞാൻ ശരീരമാകുന്നു, ഞാൻ ചിന്തയാകുന്നു എന്നല്ല. യു ഹാവ് എ തോട്ട് ആൻഡ് യു ഹാവ് എ ബോഡി. ഈഗോ പറയും, I am the body and I am the thought. You are not thoughts, you are not your thought, you are not your thinking. So live in the true self. True self is permanent. Ego is appearing and disappearing, appearing and disappearing. വരുന്നു പോകുന്നു. കണ്ടിട്ടില്ലേ? ചില സമയത്ത് പണ്ടൊരു സിസ്റ്ററിന്, പേരെന്തോ, അവർക്ക് ഭയങ്കര ടെൻഷൻ എപ്പോഴും. ടെൻഷൻ, ഭയങ്കര ടെൻഷൻ. പാസ്റ്റർ എപ്പോഴും എപ്പോൾ നോക്കിയാലും അവർക്ക് ടെൻഷനാണ്. ഒരു ദിവസം അവരുടെ മുഖത്ത് നിന്ന് ഒരു പ്രകാശം, ടെൻഷൻ ഇല്ല. അപ്പൊ പാസ്റ്റർ ചോദിച്ചു, വൈ ഡു ഹാവ് ടെൻഷൻ ടുഡേ? എന്തുകൊണ്ട് നിനക്ക് ഒരു ടെൻഷൻ ഇല്ല? കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഓ ഇന്ന് എനിക്ക് ടെൻഷൻ ഇല്ല പാസ്റ്റർ. 2 minutes കഴിഞ്ഞപ്പോഴാണ് അവൾ വീണ്ടും മുഖത്തിങ്ങനെ മ്ലാനമായി. What happened? Why? Pastor, എല്ലാ ദിവസവും എനിക്ക് ടെൻഷൻ ഉണ്ട്, എനിക്ക് ഇന്ന് ടെൻഷൻ ഇല്ല. ഇന്ന് എനിക്ക് എന്തുകൊണ്ട് ടെൻഷൻ ഇല്ല എന്ന് ഓർത്തപ്പോൾ എനിക്ക് ടെൻഷൻ ആയിരുന്നു. ഇന്ന് എനിക്ക് എന്തുകൊണ്ട് ടെൻഷൻ? ആളുകൾ ഇങ്ങനെയൊക്കെ ജീവിക്കുക. എന്റെ സഹോദരന്മാരെ, അപ്പിയറിംഗ് ഡിസപ്പിയറിംഗ്, ഇത് ഈഗോയാണ്. എടുത്ത് ദൂരെ എറി. നാട്ടുകാരും വീട്ടുകാരും ദേശക്കാരും സഭക്കാരും അവരും പറഞ്ഞത് ദൂരെ എറി. എന്നിട്ട് നിന്നെ കുറിച്ച് നിന്റെ ദൈവം പറഞ്ഞതിനെ മാത്രം വിശ്വസിക്ക്. ലോകം പറയുന്നതല്ല. നിന്നെ അറിയാവുന്ന അഗ്നിജ്വാലയുടെ കണ്ണുള്ളവൻ നിന്നെ കുറിച്ച് എന്ത് പറഞ്ഞു അതാണ് നീ. ആമേൻ. ലോകം പറഞ്ഞു നീ തോറ്റവൻ, ദൈവം പറയില്ല, യു ആർ എ സക്സസ്. നീ ഒരു ലജ്ജയാണെന്ന് ലോകം പറയും, സർവ്വവല്ലഭം പറയില്ല, നീ എനിക്ക് അഭിമാനമാണെന്ന് പറയും. ഡോണ്ട് ഗോ ആഫ്റ്റർ ദ ഈഗോ. ഈഗോ എപ്പോഴും നിങ്ങൾക്ക് ഭയം, ഗിൽറ്റ് ഇതെല്ലാം തന്നുകൊണ്ടിരിക്കും. സോ ഓൾവേസ് ഇറ്റ് വിൽ ഫൈൻഡ്. എപ്പോഴും ഈഗോ നിനക്ക് തരുന്നത്, ഈഗോ ബിലീവ് ഇൻ ദ തോട്ട് ഓഫ് സിസ്റ്റംസ്. സിസ്റ്റത്തിന്റെ തോട്ടിലാണ് വിശ്വസിക്കുന്നത്. തോട്ട് ഓഫ് ഗിൽറ്റ്.
thought of taking peace of mind. ഞാനൊരു കാര്യം പറയാം. ഈ ഏതെങ്കിലും ഒരു ചിന്ത നിങ്ങളുടെ മനസ്സമാധാനം കളയുന്നെങ്കിൽ, ഇതൊക്കെ സിമ്പിൾ പ്രാക്ടിക്കൽ ട്രൂത്താണ്. മൈൻഡിനെ ഡിസ്റ്റർബിങ്, ദാറ്റ് തോട്ട് ഈസ് ഫ്രം ഈഗോ. ഓക്കെ, ഏതെങ്കിലും ചിന്ത നിങ്ങളെ സമാധാനത്തോടെ ഇരുത്തെങ്കിൽ ദാറ്റ് ഈസ് ഫ്രം യുവർ ഫാദർ ഗോഡ്. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു. എവിടെ ആ സമാധാനം? In your true self, your innermost being, Christ lives in you. Amen. ധൈര്യമായിട്ട് രാജാക്കന്മാരെ പോലെ, വീരന്മാരെ പോലെ, പരാക്രമശാലികളെ പോലെ ഏത് പ്രതിസന്ധിയുടെ മുമ്പിലും ധൈര്യമായിട്ട് നിൽക്കുക. ലോവർ കോൺഷ്യസ്നെസ്സിലുള്ള ആളുകൾ പറയുന്നത് മൈൻഡ് ചെയ്യരുത്. ശ്രദ്ധിക്കുക, ലോവർ കോൺഷ്യസ്നെസ് ഉള്ള ആളുകളുടെ നേരെ മുഖം പോലും തിരിക്കരുത്. Live in the higher consciousness. Live with Jesus. Amen. ടൈമോസ് മുമ്പോട്ട് പോയി. കർത്താവിന്റെ വലിയ കൃപ നിങ്ങളുടെ മേൽ ഇരിക്കട്ടെ.